Good afternoon. Sorry, good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, Miss. Good evening, ma'am. Okay. Good evening, all. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെമിനാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. PG സ്റ്റുഡൻസ് നിങ്ങൾ വൈകിട്ട് സെമിനാറിന് ഇപ്പൊ ടൈം ഇല്ല, നിങ്ങൾ എക്സാം ഒക്കെ ഡേറ്റ് എടുത്തല്ലോ. അതുകൊണ്ട് നമുക്ക് ടൈം സെമിനാറിനുള്ള ടൈം ഞാൻ ഒന്നില്ലെങ്കിൽ സാറ്റർഡേ ഏതെങ്കിലും സാറ്റർഡേ സെമിനാർ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു അവസരം ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ച് നമുക്ക് കണ്ടക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിൽ വൈകിട്ട് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരു 2 മിനിറ്റ്സ് സെമിനാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു സെമിനാർ ഡിസ്കസ് ചെയ്യാം. സെമിനാർ പോലെ നിങ്ങൾ പ്രസന്റ് ചെയ്താൽ മതി. 2 മിനിറ്റ്സ് ജസ്റ്റിസ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ? Yes, miss. ഓക്കെ. അപ്പൊ നമ്മൾ വരുന്നത് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഏതാണ്? മെയിൻ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻസ് ആണ്. എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ ഫങ്ഷൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് എക്സിക്യൂഷൻ ആണ് കേട്ടോ. എന്താണ് എക്സിക്യൂഷൻ? നടപ്പിലാക്കുക. എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? നമ്മുടെ പ്ലാൻസ് ആണ് എന്തോട് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഡയറക്ഷൻ, ദ ലൈൻ ഓഫ് ആക്ഷൻ, നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതിനുള്ള ദിശ എങ്ങനെയാണെന്നുള്ളതാണ് ഡയറക്ഷൻ വരുന്നത്. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ നിരീക്ഷണം അല്ലെങ്കിൽ വീക്ഷണം എന്ന് പറയും. നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തി സൂപ്പർവൈസ് ചെയ്യണം. അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മെത്തേഡ് ഓഫ് വർക്ക്, നമ്മൾ ഏത് മെത്തേഡിലൂടെയാണ് ആ വർക്ക് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. സ്റ്റിമുലൈസേഷൻ, വർക്ക് എഫിഷ്യൻസി ആണ് അവിടെ പറയുന്നത്. എക്സ്പ്ലോറേഷൻ ന്യൂ സ്ട്രാറ്റജി, ന്യൂ ഐഡിയാസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുക. ലീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കാര്യം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം ലീഡ് ചെയ്യുന്നതിനാണ് ലീഡിംഗ് എന്ന് പറയുന്നത്. അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക്, നമ്മുടെ ഫീഡ്ബാക്ക് നമ്മൾ ചെയ്ത പ്രവൃത്തി ഓക്കെ ആണോ എന്നുള്ള ഫീഡ്ബാക്ക് എടുക്കാം. അതേപോലെ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യുക, അത് ഡയഗ്നോസ് ചെയ്യുക, അതിന് വേണ്ട കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാം. ഇത്രയുമാണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ ഫങ്ഷൻസ്. ഓരോന്നായിട്ട് നോക്കാം. എക്സിക്യൂഷൻ. ഇൻ എക്സിക്യൂഷൻ ലൈസ് ദ ബേസിക് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. എക്സിക്യൂഷൻ ആണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ച് പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെയാണ്. എക്സിക്യൂഷൻ നോട്ട് ഓൺലി ദ പോയിന്റ്സ് ഔട്ട് വാട്ട് റിസോഴ്സസ് ആർ നീഡഡ് ബട്ട് ഓൾസോ ദ റിസോഴ്സ് ഓഫ് അക്വിസിഷൻ. നമ്മളിവിടെ എക്സിക്യൂഷന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പേജ് നമ്പർ എത്രയാണ് എനിക്ക് അറിയില്ല. പേജ് നമ്പർ 12 ആണ് കേട്ടോ. 12. ഓക്കെ ഓക്കെ. ദിസ് റിസോഴ്സ് മേ ഓക്കെ. നമ്മൾ എന്താ പറഞ്ഞത്? എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്ലാൻസ് മാത്രം എക്സിക്യൂട്ട് ചെയ്യല്ല, അതിന് വേണ്ട റിസോഴ്സ് അക്യൂർ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടെ വരുന്നുണ്ട്. നമ്മളിപ്പോ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ റിസോഴ്സ് എന്തൊക്കെയാണ്? This resource may include the material resource like the building, furniture, library, laboratories, non-material resource like personnel and other stakeholders like students, parents, and attract the resource like vision, mission statement, and ideology and value. അപ്പൊ നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ നമുക്ക് അവിടെ റിസോഴ്സ് ആവശ്യമുണ്ട്. എന്തെല്ലാം റിസോഴ്സ് ആണ് എന്ന് വെച്ചാല് ബിൽഡിംഗ്, ഫർണിച്ചർ, ലൈബ്രറി, ലാബോറട്ടറി, അതേപോലെ ഒരുപാട് റിസോഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ നോൺ മെറ്റീരിയൽ റിസോഴ്സ് ഉണ്ട് ഇല്ലേ, നമ്മുടെ പേഴ്സണൽ റിസോഴ്സ്, ടീച്ചേഴ്സ്, അതേപോലെ അതർ സ്റ്റേക്ക് ഹോൾഡർ, നമ്മുടെ സ്റ്റുഡൻസ്, പാരന്റ്സ്, ഇവരെല്ലാവരും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിഷനും മിഷനും എന്താണ്, നമ്മുടെ ഐഡിയോളജി എന്താണ്, നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണ്, നമ്മളത് എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതാണ് അവർ നമ്മൾ നടപ്പിലാക്കുന്നത്. The administrative execution body regularly plan, arrange for, act, use this resource in order to achieve its goals. നമ്മുടെ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാണ്, നമ്മൾ ഈ എൻ്റെ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയാണ്, നമ്മുടെ റിസോഴ്സ് ഒക്കെ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനാണ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രൈ ചെയ്യുന്നത്. ഇനി അടുത്താണ് ഡയറക്ഷൻ ആണ്. The vision and the mission statement of the institution serve to direct the institution in its chase to achieve its goal. നമ്മൾ നമ്മുടെ ഡയറക്ഷൻ കൊടുക്കണം. നമ്മുടെ ഗോൾ എന്താണെന്നുള്ളത് അച്ചീവ് ചെയ്യേണ്ടേ, അതിന് വേണ്ടി ഡയറക്ഷൻ കൊടുക്കും. അപ്പൊ അതിന് വരുന്നത് നമ്മുടെ വിഷൻ എന്താണ്, അതേപോലെ തന്നെ നമ്മുടെ മിഷനും വിഷനും എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം.
Education administration ensure that the directives are backed during the curriculum construction and academic planning. അപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ കരിക്കുലം പ്ലാൻ ചെയ്യുമ്പോഴും അക്കാഡമിക് പ്ലാൻ ചെയ്യുമ്പോഴും നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മളുടെ ഓർഗനൈസേഷന്റെ വിഷൻ എന്താണ്, അതേപോലെ തന്നെ നമ്മുടെ മിഷൻ എന്താണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ പ്ലാനുകൾ, അതേപോലെ നമ്മുടെ ഐഡിയോളജി എന്താണെന്നുള്ള കാര്യം നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ നമ്മൾ ഡയറക്ഷൻ കൊടുത്ത് ആരൊക്കെ എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, അതേപോലെ കരിക്കുലം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള അക്കാഡമിക് പ്ലാനിന്റെ സമയത്തും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തു. ഡയറക്ഷൻസ് മാത്രം കൊടുത്താൽ മതിയോ? ഇല്ല, നമ്മുടെ പ്ലാൻ നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. The supervision ensures that the plans are being executed according to the directives. നമ്മൾ കൊടുത്ത ഡയറക്ഷൻസ് അനുസരിച്ചാണോ പ്ലാൻസ് പോകുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് എന്ത്, ഫംഗ്ഷനാണ് സൂപ്പർവിഷൻ. ഇറ്റ് ദസ് എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ദാറ്റ്. നമ്മൾ ആ ചെയ്ത വർക്കിന്റെ ക്വാളിറ്റി പരിശോധിക്കുന്നത് എപ്പോഴാണ്, സൂപ്പർവിഷനിലൂടെയാണ്. എൻഷുർ അക്കോംപ്ലിഷ്മെന്റ്, ഓരോ വ്യക്തിയും ആ ഒരു കാര്യം അക്കോംപ്ലിഷ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നത് സൂപ്പർവിഷനിലൂടെയാണ്. ദെൻ അഡ്വൈസ് ആൻഡ് സ്റ്റിമുലേറ്റ്. Education administration analyze the work and the manner in work which work is done. നമ്മൾ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ അനലൈസ് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരും ചെയ്യുന്ന വർക്ക് എങ്ങനെയാണ്, അവർ എന്ത് മാനേജിലാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇറ്റ് വെയ്റ്റ് ദ പ്രോസ് ആൻഡ് കോൺസ് ദെൻ ദ പുട്ട് ഇൻ ടു ദ ആക്ഷൻ. അവർ അതിന്റെ വരായികളും അതേപോലെ അതിന്റെ ബെനിഫിറ്റ്സും ചെക്ക് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. വിച്ച് expel the weakness and serve to accomplish the set of goals. അപ്പോൾ നമ്മുടെ വീക്ക്നെസ് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ വീക്ക്നെസ് മാറ്റി നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കൂടിയാണ്. ഇനി എക്സ്പ്ലോറേഷൻ ആണ്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ കമൻസ് ദ റിസർച്ച് adopts and adapts the new method and techniques in order to enhance learning opportunity. അപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുതിയ പുതിയ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ട്, പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ മെത്തേഡ്, പുതിയ ടെക്നിക്സ്, ഓരോ കാര്യങ്ങളും ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലീഡ് ആൻഡ് അസിസ്റ്റ്. Education administration not only lays down the directives but also provide the requisite support system to enhance efficient and effective achievement of set objectives or goals. നമ്മൾ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ജസ്റ്റ് ആ ഒരു പ്ലാൻ നടപ്പിലാക്കുക മാത്രമല്ല അവിടെ ചെയ്യുന്നത്, അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ, അവർക്ക് ലീഡ് ചെയ്യുക, ലീഡറായിട്ട് പ്രവർത്തിക്കുക. നമ്മൾ ഒരു വ്യക്തിയെ ലീഡ് ചെയ്ത് ആ ഒരു നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്യുന്നത് ആരാണ്, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റർ ആണ്. നോട്ട് ഓൺലി ജസ്റ്റ് ആ ഡയറക്ഷൻസ് കൊടുക്കുക എന്ന് മാത്രമല്ല, അവരെ ലീഡ് ചെയ്യുക, നമ്മുടെ ഓർഗനൈസേഷന് വേണ്ട രീതിയിൽ അവരെ ലീഡ് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു പ്രവർത്തനം കൂടി ആര് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. റീഡ് ചെയ്യാൻ പറയുമ്പോൾ വേഗം റീഡ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇപ്പൊ മാത്രമേ റീഡ് ചെയ്യുള്ളൂ, പിന്നെ എക്സാമിന് മുമ്പായിരിക്കും ചിലപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കണേ. അപ്പൊ ഓർമ്മ വരില്ലേ ഈ വേർഡ്സും കാര്യങ്ങളും ആ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് നമ്മളൊന്ന് റീഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ആയിക്കോളും. ഓക്കെ, വേഗം റീഡ് ചെയ്യാം കേട്ടോ.
ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. എന്തെല്ലാമാണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ സ്കോപ്പ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡ് ദ ഫോളോയിങ് ആസ്പെക്ട് അസോസിയേറ്റ് വിത്ത് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. മൂന്ന് കാര്യങ്ങളാണ് ഒരു എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ സ്കോപ്പ് പറയുന്നത്: പ്ലാനിംഗ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഓർഗനൈസിംഗ്. ദ പ്ലാനിംഗ് റിസൾട്ട് ഇൻ റെക്കഗ്നൈസേഷൻ ഓഫ് ഗോൾ. നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്യങ്ങളുടെ അംഗീകാരമാണ് നമ്മൾ ഫസ്റ്റ് വരുന്ന പ്ലാനില്. ഈ ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സ്, ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സ് നമ്മൾ പറയാറുണ്ട്. ഒപ്റ്റിമം നമ്മുടെ റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിലുള്ള റിസോഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അവോയ്ഡ്നെസ് ഓഫ് വേസ്റ്റേജ്, നമ്മൾ ആ വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യുക. നമ്മളത് വേസ്റ്റേജ് എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട്, ഏറ്റവും കറക്റ്റ് ആയിട്ട് ആ വർക്ക് ചെയ്യുന്ന വ്യക്തിനെ തന്നെ നമ്മൾ അത് എന്ത് ചെയ്യുക? അസൈൻ ചെയ്യാണെങ്കിൽ അത് വീണ്ടും ഒരാൾ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അൺഹെൽത്തി പ്രാക്ടീസുകൾ അവോയ്ഡ് ചെയ്യുക. ഓർഡർലി എക്സിക്യൂഷൻ ഓഫ് പ്ലാൻസ്, നമ്മൾ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നോക്കാം. നമ്മുടെ കൺട്രിയിൽ സാധാരണ എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് സെൻട്രൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, ലോക്കൽ ലെവൽ ആൻഡ് സ്കൂൾ ലെവലിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ പ്ലാൻസും കാര്യങ്ങളുണ്ട്. ഓക്കെ, എന്താണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് ആണ് നമുക്ക് നമ്മുടെ ഇനി വരാൻ പോകുന്ന റവന്യൂവിനും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വരവ് ചെലവ് കണക്കുകളുടെ ഏകദേശം ഒരു ധാരണ നമുക്ക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് ആണ് ഓർഗനൈസിങ്. ഓർഗനൈസേഷൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണം നമ്മുടെ മെറ്റീരിയൽസും അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സിന്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ആണ്. രണ്ട് റിസോഴ്സ് ആണ് നമുക്ക് ഓർഗനൈസ് ചെയ്യാനുള്ളത്. ഒന്ന് മെറ്റീരിയൽ ആൻഡ് എക്യുപ്മെന്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ആണ്. മറ്റൊന്ന് ടീച്ചിങ് ആണ്. എന്ന് വെച്ചാൽ ഹ്യൂമൻ യൂട്ടിലിറ്റി. നല്ല രീതിയിൽ മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. ഫസ്റ്റ് പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, ഓർഗനൈസിങ്. ഇനി എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഫർദർ എലമെന്റ്സ്, മറ്റുള്ള എലമെന്റ്സ് ആണ് പറയുന്നത്. The preparation of curriculum for different class according to their resource and ability and attitude. ഓരോ ക്ലാസ്സുകൾക്കും വേണ്ട കരിക്കുലം നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അവരുടെ എബിലിറ്റീസും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ കരിക്കുലം പ്രിപ്പയർ ചെയ്യാൻ. ടൈം ടേബിൾ ആൻഡ് അക്കാഡമിക് കലണ്ടർ പ്രിപ്പയർ ചെയ്യാനുണ്ട്. കോ കരിക്കുലർ പ്രോഗ്രാംസുകൾ എന്തൊക്കെയാണ്? നമ്മൾ കരിക്കുലർ പ്രോഗ്രാംസ് കൂടാണ്ട് എന്തെല്ലാം കോ കരിക്കുലർ പ്രോഗ്രാംസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് വർക്കിംഗ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ വർക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയാണ്, ഇംപ്രൂവ്മെന്റ്സ് വേണോ എന്നുള്ള കാര്യങ്ങൾ. ദ ഓർഗനൈസേഷൻ ആൻഡ് കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻസ്, നമ്മൾ എക്സാംസ് ഒക്കെ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, അതെങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഓർഗനൈസിംഗ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽ ഓൺ ദ ക്യാമ്പസ്. നമ്മൾ സാധാരണ ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ കൗൺസിലിംഗ് സെല്ലുകൾ ഉണ്ടാവാറുണ്ട്. അവർക്ക് കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ കൗൺസിലിംഗ് സെല്ലുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുക. ഓർഗനൈസേഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി റീച്ച് പ്രോഗ്രാംസ്, കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക. ദ പ്രൊവിഷൻ ഓഫ് ഓക്സിലറി സർവീസ് ലൈക്ക് മിഡ് ഡേ മീൽസ്, സ്കൂൾ യൂണിഫോം, ബുക്സ്, മെഡിക്കൽ ചെക്കപ്പ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും സാധാരണ സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുന്ന മറ്റ് ഓക്സിലറി സർവീസുകളാണ് മിഡ് ഡേ മീൽസ്, ഉച്ചഭക്ഷണം, സ്കൂൾ യൂണിഫോം ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം, ബുക്സുകൾ, അതും പിന്നെ മെഡിക്കൽ ചെക്കപ്പുകൾ പ്രൊവൈഡ് ചെയ്യാം. ഇതെല്ലാം എന്താണ്? സ്കൂളിന്റെ മറ്റ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സുകളാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കി എന്തൊക്കെയാണ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഫർദർ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്ററിന്റെ കൺക്ലൂഷനിലേക്കാണ് വരുന്നത്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഹാസ് എ വാസ്റ്റ് ഏരിയ ഓഫ് ഓപ്പറേഷൻ വാരിങ് ഫ്രം പ്ലാനിംഗ് ടു ബഡ്ജറ്റിംഗ്. നിങ്ങൾക്ക് കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ അത് റെക്ടിഫൈ ചെയ്യാൻ കറക്റ്റ് ചെയ്യാൻ ടൈമില്ലാത്തതുകൊണ്ടാണ്. ഇൻ ആൻ എഫേർട്ട് ടു മേക്ക് എഡ്യൂക്കേഷൻ പ്രോസസ് ഡെലിബറേറ്റ് ആൻഡ് ഫങ്ഷണൽ. നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോസസ്, നിങ്ങൾ ഇത്രയും വലിയൊരു സംഭവം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിനിസ്ട്രേഷൻ അത്ര റോൾ ഉണ്ട് എന്ന് നമുക്ക് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരിക്കും. പക്ഷെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓപ്പറേഷനിൽ വാസ്റ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെ വഹിക്കുന്നുണ്ട്. പ്ലാനിങ് മുതൽ ബഡ്ജറ്റിംഗ് വരെ അതിൻ്റെതായ ഫങ്ഷൻസും ഫങ്ഷണൽ കാര്യങ്ങളും എല്ലാത്തിനും എന്തുണ്ട്, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. ആൻ ഇമ്പോർട്ടന്റ് ടൂൾ, ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് സിസ്റ്റമാറ്റിക് ആൻഡ് ഹാസ് എ ഡെഫിനിറ്റ് പർപ്പസ്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെതായ എഫക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ഡെഫിനിറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഫോക്കസ് അപ്പോൺ ദ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ വർക്ക്. നമ്മുടെ വർക്കിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അഡോപ്റ്റ് പ്രാക്ടിക്കൽ മെഷേഴ്സ് ടു എൻഷുർ ദാറ്റ് സിസ്റ്റം ഓഫ് വർക്ക് ഫങ്ഷൻ എഫക്റ്റീവ്ലി. അപ്പൊ നമ്മുടെ വർക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, എഫക്റ്റീവ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ വർക്കുള്ള എയിംസ് കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ചെറിയ പാരന്റ്സ്, അവർക്കൊക്കെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ അവർക്ക് കുറെ കാര്യങ്ങൾ അവർ ലേണിംഗ് കപ്പാസിറ്റി എൻഹാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. ജസ്റ്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് മാനേജ്മെന്റ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ യൂസ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ബട്ട് നമ്മളത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡിഫറെന്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുപാട് ഫങ്ഷൻസും ടാസ്കുകളും അതേപോലെ അവിടെ ഉള്ള പ്ലാനുകൾ ഓർഗനൈസ് ചെയ്യുന്ന നമ്മുടെ റിസോഴ്സുകൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ അത് അസൈൻ ചെയ്ത് കൊടുക്കുക, ഡയറക്ട് ചെയ്യുക, അവർക്ക് വേണ്ട ഡയറക്ഷൻസ്, സൂപ്പർവിഷൻ, ലീഡിങ്ങും കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുക. അതേപോലെ ഈ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. നല്ലൊരു സൗണ്ട് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവാണ്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ്. ഈ ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് മൺഡേ ആയിട്ട് മൺഡേ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ റെഫർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നോക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. മാക്സിമം ആ തരുന്ന ക്വസ്റ്റ്യൻസിൽ തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ മൂവ് ആവുന്ന ചാപ്റ്റർ ആണ് ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാഡമിക് ഇയർ. ജസ്റ്റ് നമ്മളെല്ലാം ഒന്ന് നോക്കിയിട്ടുള്ളൂ. അക്കാഡമിക് ഏരിയയിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമ്മുടെ ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാഡമിക് ഏരിയ. അക്കാഡമിക് ഏരിയയിൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇത് നോക്കുന്നത്. ഓക്കെ, നമ്മൾ അക്കാഡമിക് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ കരിക്കുലം ആക്ടിവിറ്റീസ് വരും, ക്ലാസ് റൂം ആക്ടിവിറ്റീസ് വരും, ടീച്ചേഴ്സിന്റെ ലേണിംഗ് പ്രോസസ്സ് വരും. ഇതെല്ലാം വരുന്നുണ്ട്. നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് ഒക്കെ എന്തിൽ വരുന്നുണ്ട്, ഒരു അക്കാഡമിക് ഏരിയ എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അതേപോലെ അവരുടെ കരിക്കുലം എന്താണ് ഫോളോ ചെയ്യുന്നത്, അതേപോലെ ക്ലാസ് റൂം ആക്ടിവിറ്റീസുകൾ, ടീച്ചേഴ്സിന്റെ ലേണിംഗ് പ്രോസസ്സ്, അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം എന്തിൽ ഇൻക്ലൂഡഡ് ആണ്, അക്കാഡമിക് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് നോക്കാം ഇൻട്രൊഡക്ഷൻ ഓഫ് അക്കാഡമിക് ഏരിയ. Academic area like students' curriculum, classroom activities, teachers' learning process are the backbone of any school. ഏതൊരു സ്കൂളിനെ സംബന്ധിച്ചും കുട്ടികളുടെ കരിക്കുലം, അതായത് ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, ടീച്ചേഴ്സിന്റെ ലേണിംഗ് പ്രോസസ് ഒക്കെയാണ് സ്കൂളിനെ സംബന്ധിച്ച് അവരുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഓഫ് ദീസ് തിങ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് പ്ലേസ് ആൻഡ് interpretive role in school academic area. School academic area വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് റോൾ ആർക്ക് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഉണ്ട്. ക്ലാസ് റൂം മാനേജ്മെന്റ് ഇസ് an essential part of school management. ക്ലാസ് റൂം മാനേജ്മെന്റ് സ്കൂൾ മാനേജ്മെന്റിന്റെ കരിക്കുലം ഡെവലപ്മെന്റ് ഒരു പാർട്ട് തന്നെയാണ്. ക്ലാസ് റൂം മാനേജ്മെന്റ് ഇസ് an essential part of school management. Curriculum development is also basic for the children and teachers.
ഇതെല്ലാം എന്താണ് കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെയും ഡെവലപ്മെന്റ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. വി വിൽ ഡിസ്കസ് ദീസ് തിങ്സ് ഇൻ സ്കൂൾ മാനേജ്മെന്റ്. നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് റൂം മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. Classroom management is viewed as an organizational function in which tasks are performed in diversity of settings, resulting in inclusion of certain values such as human respect, personal integrity, self-direction, group cohesion, etc. നമ്മൾ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ പെർഫോമൻസ് ആണ് അവിടെ വരുന്നത്. എന്നിരുന്നാലും നമ്മളവിടെ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ സെറ്റിംഗ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്, റിസൾട്ട്, അപ്പോൾ അതേപോലെ അവിടെ കൊടുക്കുന്ന വാല്യൂസ്, അവരുടെ ഹ്യൂമൻ റെസ്പെക്ട്, നമ്മൾ ജസ്റ്റ് നമ്മൾ ക്ലാസ് റൂമിലേക്ക് കയറി വരുമ്പോൾ ടീച്ചേഴ്സിന് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ വിഷ് ചെയ്യുന്നത് പോലും നമ്മുടെ ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ്. പേഴ്സണൽ ഇന്റഗ്രിറ്റി, സെൽഫ് ഡയറക്ഷൻസ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഗ്രൂപ്പ് കൊഹീഷൻ, ഗ്രൂപ്പായിട്ട് നമ്മൾ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗ്രൂപ്പ് സ്പിരിറ്റ് ഉണ്ടാവും. ഇതെല്ലാം എന്തിന്റെ റിസൾട്ട് ആണ്? ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ റിസൾട്ട് ആണ്. When the tasks are performed, tensions are to be generated and how to be solved. നമുക്ക് പ്രോബ്ലംസ് വരാറുണ്ട് ക്ലാസ് റൂമിൽ. ഒരു ടാസ്ക് പെർഫോം ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്. നമ്മൾ ആ പ്രോബ്ലംസ് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യാണ്. The tensions are related to or have brain on certain situational factors and ideological instinct of school and teachers. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് നോക്കാറ്. ജോൺ സൺ ആൻഡ് ബ്രൂക്സ് 1979 in the view of classroom management ഒരു തിയറി അവരുടെ പോയിന്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒരു തിയറിറ്റിക്കൽ പോയിന്റ് എന്ന് പറയാൻ പറ്റും. One identifies some of the recent approach to the management. നമ്മൾ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് അപ്രോച്ച് ആയിട്ട് എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. സച്ച് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അച്ചീവ് ചെയ്യണമെങ്കിൽ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ് റൂം മാനേജ്മെന്റ് ഉണ്ട് വേണം. ബിഹേവിയർ മോഡിഫിക്കേഷൻ, നമ്മുടെ കുട്ടികളുടെ ബിഹേവിയറിലായാലും ടീച്ചേഴ്സിന്റെ ബിഹേവിയറിലായാലും എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യണം. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീ എൻഫോഴ്സ്മെന്റ്, മേ ബി അത് പോസിറ്റീവ് ആയിരിക്കാം, മേ ബി നെഗറ്റീവ് ആയിരിക്കാം. ട്രാൻസാക്ഷണൽ അനാലിസിസ്, നമ്മൾ ഓരോ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ട്രാൻസാക്ഷണൽ അനാലിസിസ് നമ്മൾ നോക്കണം. കണ്ടിജൻസി മാനേജ്മെന്റ്, നമ്മൾ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യണം. ആൻഡ് എക്സിക്യൂട്ടീവ് തിയറി ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് ഇസ് ആൻ എക്സ്ക്ലൂസ് ആസ് തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ ക്ലാസ് റൂം മാനേജ്മെന്റിൽ പറയുന്നത് ഒരുപാട് തിയറീസ് ആണ്. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ട്, ചെയ്തുകൂടാ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ് റൂം മാനേജ്മെന്റ് ഫോളോ ചെയ്തിട്ട്. The distinction between the task and activity may be indicated. നമ്മൾ ടാസ്കുകളും ആക്ടിവിറ്റീസും തമ്മിൽ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. The concept of activity refers to different pattern over the behavior of the teachers and students in classroom. ഈ ഒരു കൺസെപ്റ്റിൽ തന്നെ നമ്മൾ ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും ബിഹേവിയർ എങ്ങനെയായിരിക്കണം, അവരുടെ ഡിഫറെന്റ് പാറ്റേൺസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. A task is defined as the way in which information processing demand of an environment are structured and experienced. നമ്മൾ ക്ലാസ് റൂം മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന ടാസ്കുകൾ എങ്ങനെയാണ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് കുട്ടികളത് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ഗോൾ. നമ്മൾ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആർ ഡിസൈൻഡ് ടു അച്ചീവ് ദ ഗോൾ. ഈ പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻസ് നമ്മള് ഡിപ്ലോമ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ആക്ടിവിറ്റീസും ഓരോ ടാസ്കുകൾ ചെയ്യിച്ചിട്ടുണ്ട്. അതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഒരു നല്ല ടീച്ചറായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്ലാസ്സിൽ ഉള്ള എല്ലാ ഓരോ സിംഗിൾ പേഴ്സണെ പോലും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആക്കണം എന്നാണ്. അപ്പൊ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാസ്കുകളും ആക്ടിവിറ്റീസും നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. In the terms of classroom management, the teachers perform various tasks such as നമ്മൾ ക്ലാസ്റൂം മാനേജ്മെന്റ് ഒരുപാട് ടാസ്കുകൾ പെർഫോം ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ബിഹേവിയർ thereof can understand in terms of task accomplished. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ നയമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതെങ്ങനെ ഓർഗനൈസ് ചെയ്യണം, നമ്മുടെ മെറ്റീരിയൽസ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അവർക്ക് വേണ്ടി ഡയറക്ഷൻസ് കൺട്രോളിങ്ങും പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓരോരുത്തരുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. Therefore, can they understand in terms of task accomplished? നമുക്ക് ആ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുമ്പോഴാണ് ആ ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ആ ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് മനസ്സിലാവാൻ പറ്റും. The teachers process in and organized through classroom management. നമ്മുടെ ടീച്ചേഴ്സിന്റെ വർക്ക് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആവും. കാരണം ക്ലാസ് റൂം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ വർക്ക് കുറച്ചും കൂടി എന്താവും, ഓർഗനൈസ്ഡ് ആവും. It defines operationally.
അത് നമുക്ക് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് നോക്കാം. A system of action and activities, കുറച്ച് പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടമാണ്, സിസ്റ്റമാണ്. ആർ മാനേജ്ഡ് ഇൻ ദ ക്ലാസ്. നമ്മളെ ക്ലാസ് ആണ് അവിടെ മാനേജ് ചെയ്യുന്നത്. ഇൻഡ്യൂസ് ലേണിംഗ് ത്രൂ ടീച്ചേഴ്സ് തോട്ട് റിലേഷൻഷിപ്പ് ആൻഡ് ഇന്ററാക്ഷൻ. ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ആ ഒരു ടീച്ചിങ്ങും അതേപോലെ ആ ഒരു ഇന്ററാക്ഷനിലൂടെയാണ് അവിടെ ഒരു എന്ത് വരുന്നത്, ക്ലാസ് റൂം മാനേജ്മെന്റ് വരുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എഫക്റ്റീവ്ലി നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകുന്നു. അതൊക്കെ നമ്മുടെ ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ പാർട്ടാണ്. This definition of classroom management is very comprehensive, which includes the major components of teaching in classroom. നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. നമ്മുടെ ക്ലാസ്സിൽ എന്താണ് ടീച്ച് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആർ ദ ബേസിക് കമ്പോണന്റ്സ് ഓഫ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. നമുക്കറിയാം നമ്മുടെ ക്ലാസ് റൂമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പേഴ്സൺസ് ആരൊക്കെയാണ്? ടീച്ചേഴ്സും സ്റ്റുഡൻസും ആണ്. ടീച്ചേഴ്സും സ്റ്റുഡൻസും ആണ്. സോ ഇവരുടെ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. The mode of relationship between them depends on several factors. നമ്മൾ ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും റിലേഷൻഷിപ്പിന്റെ മോഡ് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും ക്ലാസ് റൂം മാനേജ്മെന്റും തമ്മിലൊരു എന്താണ് റിലേഷൻഷിപ്പ് വേണ്ടത്. ആക്ഷൻസ് ഓഫ് ദ ടീച്ചേഴ്സ് മീൻ, നമ്മുടെ ടീച്ചേഴ്സിന്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ വെർബൽ ആവാം, നോൺ വെർബൽ ആവാം. വെർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നോൺ വെർബൽ എന്ന് പറയുമ്പോൾ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ടീച്ചർ പ്രാക്ടീസിന് പോവാണെങ്കിൽ, ടീച്ചിങ് പ്രാക്ടീസിന് പോകാനായിട്ട് നോക്കുന്ന കുട്ടികളാണെങ്കിൽ മാക്സിമം നിങ്ങൾ ടീച്ചേഴ്സിന്റെ യൂണിഫോം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, നമ്മളുടെ സാരി, കോസ്റ്റ്യൂം അങ്ങനെ നമ്മൾ പ്രിഫർ ചെയ്യാൻ നോക്കുക. കാരണം നമ്മുടെ ബോഡി ലാംഗ്വേജും അതേപോലെ നമ്മുടെ വെർബൽ ബിഹേവിയറിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദ ആക്ഷൻസ് ഓഫ് ദ ടീച്ചേഴ്സ് മീൻസ് നോൺ വെർബൽ ബിഹേവിയർ, use of body language which create emotional climate of the classroom. നല്ലൊരു ബോഡി ലാംഗ്വേജ് ഉള്ള നല്ലൊരു എക്സ്പ്രസീവ് ആയിട്ടുള്ള ടീച്ചറാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ മ്യൂസിക് ഒക്കെ പോലെയാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് നമുക്ക് ആ ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. The activities of the teachers means verbal interaction and or verbal communication, skills and proficiency. നമ്മുടെ ടീച്ചേഴ്സിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വെർബൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ലാംഗ്വേജ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനിപ്പോ ഇവിടെ നിന്ന് ക്ലാസ്സിൽ ജസ്റ്റ് ഇംഗ്ലീഷിൽ മാത്രമാണ് ക്ലാസ് എടുത്ത് പോവുകയാണെങ്കിലും ശരി എല്ലാവർക്കും അത് മനസ്സിലാവുന്നില്ല. മേ ബി അല്ലെങ്കിൽ ഡിപ്ലോമ ക്ലാസ്സിൽ നിങ്ങളൊക്കെ എല്ലാവരും ഡിഗ്രി ഉള്ളവരാണ്, അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓരോ ഡിപ്ലോമ ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ഫുൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാണ്, ത്രൂ ഔട്ട് ഒരു വേർഡ് പോലും മലയാളത്തിൽ പറയുന്നില്ലെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്ഷൻ തമ്മിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് റൂമിന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ മാനേജ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ടീച്ചറിന്റെ വെർബൽ ഇന്ററാക്ഷൻസ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ, skills, proficiency, എല്ലാം ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. The focus of the classroom management facilitates students learning. എന്താണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫോക്കസ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. അപ്പോ എന്താണ് ക്ലാസ് റൂം മാനേജ്മെന്റ്, അതിന്റെ മീനിങ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ആരെങ്കിലും കേട്ടോ കൊടുത്തേ, ഐഷയ്ക്കൊന്നും കയറാൻ പറ്റണില്ല ക്ലാസ്സിൽ. എന്താണ്? അതെ ക്ലാസ്സിൽ കയറാൻ പറ്റണില്ല മിസ് ഐഷയ്ക്ക്. ഒന്ന് ലിങ്ക് ഇട്ട് കൊടുക്കാൻ ആരോടെങ്കിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക്. എല്ലാത്തില്ലേ ആയുഷ്നോട് പറ ഒന്നിൽ ഗൂഗിൾ ക്ലാസ് റൂം ഒന്ന് എന്ത് ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നും കൂടി കയറി നോക്കാൻ പറയട്ടോ. ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ. അത് എന്തൊരു അപ്ഡേഷൻ വന്നതിന് ശേഷമാണ്, ഗൂഗിൾ മീറ്റിന്റെ അപ്ഡേഷൻ വന്നതിന് ശേഷമുള്ള ക്ലാസ് റൂം ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കയറാൻ പറയണം കേട്ടോ. ഓക്കെ.
ഓക്കേടാ. ഓക്കെ, നമ്മള് ഇനി നോക്കാൻ പോകുന്നത് എന്താണ്? നോക്കാൻ പോകുന്നത് അപ്രോച്ച് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ്. ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ അപ്രോച്ചുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു അപ്രോച്ച്, എന്തൊക്കെ അപ്രോച്ച് ആണ്? ഹെർബർട്ട് അപ്രോച്ച്. ഹെർബർട്ട് ആണ് അത് ഡെറൈവ് ചെയ്ത ആ ഒരു അപ്രോച്ച് കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ ഡെറൈവ് ചെയ്ത വ്യക്തി. എവല്യൂഷൻ അപ്രോച്ച് BS ബ്ലോം. മാനേജിംഗ് ടീച്ചിങ് ലേണിംഗ് IK ഡേവിസ്. ഓർഗനൈസിംഗ് ടീച്ചിങ് മെമ്മറി അണ്ടർസ്റ്റാൻഡിംഗ് റിഫ്ലക്റ്റീവ് ലെവൽസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോർഷനിൽ അപ്രോച്ചുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ഹെർബർട്ടിയൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും വെരി ഓൾഡ് ആൻഡ് ക്ലാസിക്കൽ അപ്രോച്ച് ആണ്. Dash is very old and classical approach in classroom management എന്നാണ് ക്വസ്റ്റ്യനിൽ നമ്മളത് എന്തായിരിക്കും? ഹെർബർട്ടിയൻ അപ്രോച്ച് ആണ്. It has 5 steps. 5 സ്റ്റെപ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പ്രിപ്പറേഷൻ, പ്രസന്റേഷൻ, കമ്പാരിസൺ, ഒബ്സ്ട്രക്ഷൻ, ജനറലൈസേഷൻ. 5 സ്റ്റെപ്സ് ആണ് ക്ലാസ് റൂം മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് വരുന്നത്. It is a content center approach to the classroom management. Content center approach ആണ്. It employ the teacher controlled instruction. ഇവിടെ ടീച്ചേഴ്സ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. All the classroom activities are managed and controlled by the teachers. നമ്മുടെ ക്ലാസ് റൂമിലെ എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ടീച്ചേഴ്സ് മാത്രമായിരിക്കും. ആൻഡ് ദ സ്റ്റുഡൻസ് ആർ ദ അപ്പത്തന്റിക് ലിസണേഴ്സ്. നിങ്ങൾക്ക് ഇവിടെ അവകാശം എന്താണ്? കേട്ടിരിക്കുക എന്ന് മാത്രമുള്ളതാണ്. നമ്മളിപ്പോ അപ്ലൈ ചെയ്ത ഒരു അപ്രോച്ച് ആണ് ഇത്. It stress on memorization of the content. നിങ്ങളുടെ കുട്ടികളോട് നമ്മൾ എന്താ പറയുക? കണ്ടന്റ് മാത്രം മെമ്മറൈസ് ചെയ്ത് വെക്കുക. അത് ജസ്റ്റ് നമ്മൾ തോട്ട് ചെയ്യേണ്ടതോ തോട്ട്ഫുൾ ആയിട്ട് ചിന്തിച്ച് അത് ടീച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം അത് ജസ്റ്റ് മെമ്മറൈസ് ചെയ്യുക. അത് ഫുൾ അതിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാക്കും അത് കണ്ട് പഠിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. ഹെർബർട്ടിയൻ അപ്രോച്ചില് ഏറ്റവും വെരി ഓൾഡ് ആൻഡ് ക്ലാസിക്കൽ അപ്രോച്ച് ആണ്. ഇത് 5 സ്റ്റെപ്സ് ആണുള്ളത്. പ്രിപ്പറേഷൻ, പ്രസന്റേഷൻ, കമ്പാരിസൺ, ഒബ്സ്ട്രക്ഷൻ ആൻഡ് ജനറലൈസേഷൻ. ഈ കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കണ്ടന്റ് സെന്റർ അപ്രോച്ച് ആണ്. ഇവിടെ ഫുൾ കൺട്രോൾ ആർക്കാണ്? കൺട്രോൾ ചെയ്യുന്നത് ടീച്ചേഴ്സ് ആണ്. സ്റ്റുഡൻസ് ജസ്റ്റ് ലിസണേഴ്സ് മാത്രമാണ്. അവർക്ക് ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്ട്രെസ് ചെയ്യേണ്ടതാണ് മെമ്മറൈസേഷൻ ആണ്. ആ കണ്ടന്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യുക എന്ന് മാത്രമാണ് ഇവിടെ വരുന്ന ഡ്യൂട്ടി. ഇനി എവല്യൂഷൻ അപ്രോച്ച് ആണ്. BS ബ്ലോംസ് ഹാസ് ഡെവലപ്ഡ് ദിസ് അസസ് ടു ക്ലാസ് റൂം ടീച്ചിങ്. ഇത് ക്ലാസ് റൂം ടീച്ചിങ്ങിനെ അസസ് ചെയ്യുന്ന മറ്റൊരു അപ്രോച്ച് ആണ്. ഇറ്റ് കൺസിഡർ ദാറ്റ് ടീച്ചിങ് ഇൻ ഈസ് 3 സ്റ്റെപ്സ്. നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്ന ടീച്ചിങ്ങിൽ 3 സ്റ്റെപ്സ് പറയുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് എക്സ്പീരിയൻസ്, ചേഞ്ചസ് ഇൻ ബിഹേവിയർ. 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്, ലേണിംഗ് എക്സ്പീരിയൻസ്, ചേഞ്ചസ് ഇൻ ബിഹേവിയർ. The classroom management is raise the educational objective. നമ്മുടെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് എന്താണ്? കുട്ടികൾക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് അവർക്ക് മനസ്സിലാക്കുക. The purpose of managing the classroom activity is to provide learning experience for the students. The learning experience objectives are measured with the help of changes in behavior. കുട്ടികളിൽ ലേണിംഗ് എക്സ്പീരിയൻസ് അക്യൂർ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങൾ മെഷർ ചെയ്താൽ നമുക്ക് അവർ ലേണിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നുള്ള ഒബ്ജക്റ്റീവ് സെന്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ആർ മാനേജ് ഫോർ റിയലൈസിംഗ് ദ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് റിയലൈസ് ചെയ്യുന്നത് ക്ലാസ് റൂം മാനേജ്മെന്റിലൂടെയാണ്. എവല്യൂഷണൽ അപ്രോച്ചിന് 3 സ്റ്റെപ്സ് ആണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് റിയലൈസ് ചെയ്യുക. അതുവഴി കുട്ടികൾ ലേണിംഗ് കപ്പാസിറ്റി എങ്ങനെയാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ആ ലേൺ ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾ അവരെ ലേൺ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ നമ്മൾ അവരുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങൾ ചേഞ്ചസ് മെഷർ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ആണ് മാനേജിംഗ് ടീച്ചിങ് ലേണിംഗ്. IK ഡേവിസ് has given the management access to teaching learning. A teacher is to play a role of manager and has to manage the classroom activity. നമ്മൾ ടീച്ചറിനെ എടുക്കുകയാണെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ എന്ന് പറയുന്നത് നമ്മൾ മാനേജർ പോലെയാണ്. ക്ലാസ് റൂമിലെ എൻറ്റയർ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ടീച്ചറാണ്. This asset is based on modern theory of human organization and relationship. ഈ ഒരു തിയറി ഡെറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ഹ്യൂമൻ ഓർഗനൈസേഷന്റെ മോഡേൺ തിയറി ആയിട്ടുള്ള ഹ്യൂമൻ ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്പിൽ നിന്നാണ്. ഡേവിസ് ഹാസ് ഗിവൺ 4 സ്റ്റെപ്സ് ഓഫ് മാനേജിംഗ് ടീച്ചിങ്. അപ്പൊ മാനേജിംഗ് ടീച്ചിങ്ങിന്റെ 4 സ്റ്റെപ്സ് ആണ് പറയുന്നത്. പ്ലാനിങ്, ഓർഗനൈസിംഗ്, ലീഡിംഗ് ആൻഡ് കൺട്രോളിംഗ്.
നമ്മൾ ക്ലാസ് റൂമിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അതിന് വേണ്ട റിസോഴ്സ് ഓർഗനൈസ് ചെയ്യുക, അവർക്ക് വേണ്ട ലീഡുകൾ പറഞ്ഞു കൊടുക്കുക, കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക, ദെൻ ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുക. The arrangements and leading steps are related to classroom management. അപ്പൊ നമ്മള് അതിന് വേണ്ട ക്ലാസ് റൂം മാനേജ്മെന്റിന് വേണ്ട അറേഞ്ച്മെന്റ്സ് കാര്യങ്ങൾ ലീഡിംഗ് സ്റ്റെപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. കൺട്രോൾ സ്റ്റെപ്സ് ഇസ് പ്രൊവൈഡ് ദ ഫീഡ്ബാക്ക് ടു ക്ലാസ് റൂം മാനേജ്മെന്റ്. അതേപോലെ കൺട്രോൾ സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ ഫീഡ്ബാക്ക് മനസ്സിലാക്കുന്നത്. ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഫീഡ്ബാക്ക് നമുക്ക് ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അക്കോർഡിംഗ് ടു Davis, 5 learning structures are generated through classroom management from primary to higher stages. നമ്മൾ 5 learning structures പറയുന്നുണ്ട്. നമുക്ക് ലേണിംഗ് സ്ട്രക്ചേഴ്സ് ഇവിടെ നോക്കാനില്ല. There is continuum and great variation in classroom management. കണ്ടിന്യൂസ് ആണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതാണ് ഈ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് മാനേജിങ് ടീച്ചിങ് ലേണിംഗ് ആണ്. ടീച്ചിങ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് റൂം മാനേജ്മെന്റിൽ ടീച്ചേഴ്സ് മാനേജറെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ക്ലാസ് റൂമിലെ എല്ലാ ആക്ടിവിറ്റീസും മാനേജ് ചെയ്യുന്നത് ആരാണ്? ടീച്ചേഴ്സ് ആണ്. സോ മോഡേൺ തിയറി ആയിട്ടുള്ള ഹ്യൂമൻ ഓർഗനൈസേഷൻ ആൻഡ് റിലേഷൻഷിപ്പിൽ നിന്നാണ് ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു അപ്രോച്ച് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ മാനേജിങ് ടീച്ചിങ്ങില് മെയിൻ ആയിട്ട് 4 സ്റ്റെപ്സ് ആണ് ഉള്ളത്. പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ് ആൻഡ് കൺട്രോളിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ്. ഈ 4 ആക്ടിവിറ്റീസും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ടീച്ചേഴ്സിനാണ്. ഓക്കെ, ഇനി ഓർഗനൈസിങ് ടീച്ചിങ് ആണ്. This part assumes that teaching is continuum from more thoughtless to most thoughtful. That is, memory is a competitive level. That is, നമുക്ക് മെയിൻ ആയിട്ട് ഓർഗനൈസിങ് ടീച്ചിങ്ങിൽ 3 ലെവൽസ് ആണുള്ളത്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. ഒരു ടീച്ചർ ആവുമ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, മെമ്മറൈസ് ചെയ്യാനുള്ള ലെവൽ വേണം. അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ പറയുന്ന കാര്യങ്ങളും അവർക്ക് മനസ്സിലാവണം. റിഫ്ലക്റ്റീവ്, നമുക്കത് എന്താ പറയാ പറഞ്ഞ് എന്ത് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് വേണം, അത് എന്താ പ്രതിഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് വേണം. എല്ലാ ടീച്ചേഴ്സിനും ഉണ്ടാവണമെന്നില്ല. ചില ആൾക്കാർക്ക് നല്ല ക്വാളിഫിക്കേഷൻ, നല്ല ഭയങ്കരമായിട്ട് ഡിഗ്രീസും ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് അത് റിഫ്ലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവണമെന്നില്ല, അത് പ്രതിഫലിപ്പിക്കാനുള്ള കഴിവുണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പോ മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് മെമ്മറി ലെവല്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവല്, റിഫ്ലക്റ്റീവ് ലെവല്. ഓർഗനൈസിംഗ് ടീച്ചിങ്ങിൽ വരുന്നതാണ്. അറ്റ് മെമ്മറി ലെവൽ, ക്ലാസ് റൂം മാനേജ്മെന്റ് കൺട്രോൾ ആൻഡ് ഡോമിനേറ്റഡ് ബൈ ദ ടീച്ചേഴ്സ്. നമ്മള് ക്ലാസ് റൂം മാനേജ്മെന്റിൽ മെമ്മറി ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കൺട്രോളും ഡോമിനേറ്റ് ചെയ്യുന്നതും ആരാണ്? ടീച്ചേഴ്സ് ആണ്. At understanding level, classroom management is controlled by both teachers and the learners. അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികളും ടീച്ചേഴ്സും ഈക്വലി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് ആരുടെയും കൂടി ഉത്തരവാദിത്തമാണ്, നമ്മുടെ കുട്ടികളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അപ്പൊ കുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടി അവരുടേതായ രീതിയിൽ അവർ എഫേർട്ട് ഇടും. At a reflective level, the learners dominant managing the classroom activities in problem solving stage of teaching. അപ്പോ ഇവിടെ റിഫ്ലക്റ്റീവ് ലെവലിൽ വരുമ്പോഴേക്കും ടീച്ചേഴ്സിനേക്കാളും ഇമ്പോർട്ടൻസ് ഡോമിനന്റ് ആരായിരിക്കും? ലേണേഴ്സ് ആയിരിക്കും. അവരാണ് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് കൊടുക്കുന്നു? അസൈൻമെന്റ്സ് അല്ലെങ്കിൽ സെമിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നു. The classroom activities are managed in seminar, conference, സെമിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഈ റിഫ്ലക്റ്റീവ് ലെവലിലാണ്. ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മെമ്മറൈസ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് ഓക്കെ മെമ്മറൈസ് ചെയ്തിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സും കുട്ടികളും അത് പറഞ്ഞ കാര്യം അതേ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓക്കെയാണ്. റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം നിങ്ങൾ സെമിനാർ രൂപത്തിൽ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അത് എന്താണ്? റിഫ്ലക്റ്റീവ് ലെവലിലേക്ക് വരുന്നു. ഇനി മോഡുലാർ അപ്രോച്ച് ഓഫ് ടീച്ചിങ് ആണ്. ടീച്ചിങ് മോഡൽസ് ആർ യൂസ്ഡ് ഇൻ മാനേജിംഗ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. നമ്മൾ ടീച്ചിങ് മോഡൽസ് ക്ലാസ് റൂം ആക്ടിവിറ്റീസിൽ യൂസ് ചെയ്യാറുണ്ട്. There are various families of teaching model. Each family has its own classroom management. So teaching models ഒത്തിരി ഉണ്ട്. നമ്മുടെ ഓരോ ഫാമിലി, ഓരോ ഗ്രൂപ്പിനും അതിൻ്റെതായ ക്ലാസ് റൂം മാനേജ്മെന്റുകളുണ്ട്. A model containing 4 fundamental elements. മെയിൻ ആയിട്ട് 4 എലമെന്റ്സ് ആണ് ഉള്ളത്. ഒന്ന് ഫോക്കസ് ആണ്, ശ്രദ്ധയാണ്. സിൻടാക്സ് എന്ന് പറയുന്നത് വാക്യഘടനയാണ്. ദെൻ സോഷ്യൽ സിസ്റ്റം, നമ്മുടെ സാമൂഹികമായിട്ടുള്ള ആ ഒരു പരിസ്ഥിതി. സപ്പോർട്ട്, പിന്തുണ എങ്ങനെയാണ്? ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ മോഡൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. The formatted classroom management can be studied and induced with the help of these elements. നമുക്കൊരു ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ
ആക്ടിവിറ്റീസും ഫങ്ഷൻസും നമുക്ക് ഈ ഒരു ആക്ടിവിറ്റീസ് പരിശോധിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. The syntax of managing classroom activity contains the structure of the learning. നമ്മൾ ആ ലേണിംഗിന്റെ ഘടന മനസ്സിലാക്കണമെങ്കിൽ ആ ക്ലാസ് റൂമിന്റെ സിന്റാക്സ് നോക്കിയാൽ മതി. The variation of the classroom management can be identified with this modular part of teaching. അപ്പൊ നമുക്ക് ഈ വേരിയേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. മോഡുലർ പാത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പോയിക്കൊണ്ടിരുന്ന പാത്തിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ട്, മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഡൈവേർഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ കറക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാനും പറ്റും. ഇനി നെക്സ്റ്റ് ആണ് ഓപ്പറേഷൻസ് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ്. ഇനി ക്ലാസ് റൂം ടീച്ചിങ്ങിന്റെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. It is also known as phases or stages of teaching in classroom. നമ്മൾ ക്ലാസ് റൂം ടീച്ചിങ്ങിലെ ഫേസസും അല്ലെങ്കിൽ സ്റ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. A general format of classroom management means 3 stages of managing classroom activities. സാധാരണയായിട്ട് ക്ലാസ് റൂം മാനേജ്മെന്റിൽ 3 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ക്ലാസ് റൂം മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് 3 സ്റ്റേജസ് ആണ് ഉള്ളത്. അത് പ്രീ ആക്റ്റീവ് സ്റ്റേജ് ആണ്, ഇന്ററാക്റ്റീവ് സ്റ്റേജ് ആണ്, പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ആണ്. Interactive stage relates to managing classroom operations and activity. മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ ആ ക്ലാസ് റൂം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു സ്റ്റേജിനെയാണ് ഇന്ററാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രീ ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഇത്രയും കാര്യങ്ങൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള നമ്മുടെ പ്ലാനുകളുണ്ട്. പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഫോമിനെയാണ് പ്രീ ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ആണ്. The pre-active stage activities are planned before the classroom. പ്രീആക്റ്റീവ് സ്റ്റേജിൽ നമ്മൾ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെല്ലാമാണ് വരുന്നത്. Thus, there is a flexibility in management classroom activity. അപ്പോൾ ക്ലാസ് റൂം ആക്ടിവിറ്റീസിൽ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഇത് കൊണ്ടുവരാനായിട്ട് പറ്റും. This concept of operation is given by Karl Open Shaw ആണ് ഈ ഒരു ഓപ്പറേഷൻ ഓഫ് ക്ലാസ് റൂം ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഈ 3 സ്റ്റേജസ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് റീഡ് ചെയ്തേ, അപ്രോച്ചുകൾ ഒന്ന് റീഡ് ചെയ്തേ. ആടാ ഈ മോഡുലർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്ങില് 4 ഫണ്ടമെന്റൽ എലമെന്റ്സ് പറഞ്ഞില്ലേ? ഫോക്കസ്, സിന്റാക്സ്, അത് ആ ഫോക്കസിന്റെ അത് മലയാളം 4 വാക്കുകൾ പറഞ്ഞല്ലോ, അത് മാത്രം ഒന്ന് പറഞ്ഞുതരുമോ? ശ്രദ്ധ, ബാക്കി ഘടന, നമ്മള് കുട്ടികളുടെ ശ്രദ്ധയില്ലേടാ അവരെങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി ഘടന, നമ്മൾ ആ ഘടന ഉണ്ടല്ലോ ഓരോ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിന് ആ ഘടനകൾ ഉണ്ടാവും, ഓരോ സ്റ്റെപ്പുകൾ ഉണ്ടാവും. അത് പിന്നെ സോഷ്യൽ സിസ്റ്റം, നമ്മുടെ ആ സാമൂഹികമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മുടെ ക്ലാസ് റൂമിലുള്ള കുട്ടികളായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതേപോലെ സപ്പോർട്ട് സിസ്റ്റം, നമ്മൾ എങ്ങനെയാണ് കുട്ടികൾക്ക് ആ പിന്തുണ കൊടുക്കുന്നത്, അവർ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ട്സ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൂടിയാണ് വരുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടാ. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഡേയില് നമ്മള് ഫസ്റ്റ് യൂണിറ്റിന്റെ സെമിനാർ ആർക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ, അവരിവിടെ ഉണ്ടോ? ഇന്നെടുക്കാൻ റെഡി ആണോടാ? ഓക്കേടാ, അപ്പൊ ഞാൻ ഇന്ന് സമയം ടൈം അലോ ചെയ്യാട്ടെ. കാരണം ഇപ്പൊ തന്നെ നിങ്ങള് ടയേർഡ് ആയിട്ടുണ്ടാവും എന്റെ ക്ലാസ് കേട്ടിരിക്കണം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ക്ലാസ് കേട്ടോക്കാം. ഓക്കെ, താങ്ക് യു മാം. ഇന്നലെ മാം അവസാനം കുറച്ച് സമയം എഫേർട്ട് എടുത്ത് ഒരുപാട് പേരത് അതിന് വേണ്ടിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ അത് വന്ന് പറയുമ്പോൾ എനിക്ക് എന്തോരം എഫക്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. ജസ്റ്റ് ഒരു ഇത് ഫുൾ റീഡ് ചെയ്തിട്ട് നമുക്ക് 7:55 ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് പ്രിപ്പയർ ആയിക്കോ.
ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒന്നും കൂടി സമർപ്പിച്ച് ചെയ്ത് പറയാം പോർഷൻസ്. നമ്മള് നമ്മുടെ സെമിനാറിലേക്ക് വരാണ്. ഫസ്റ്റ് സെമിനാർ കണ്ടക്ട് ചെയ്യുന്നത് പ്രസീത PP ആണ്. പക്ഷെ പ്രസീത വിനോദ് അല്ലെ? അതെ മാം. ഓക്കെ, ഞാൻ പിൻ ചെയ്യാം കേട്ടോ. 1 മിനിറ്റ്. ക്ലാസ് എടുത്തോട്ടെ, ക്ലാസ് കണ്ടക്ട് ചെയ്തോട്ടോ. Good evening, ma'am and my dear kiddos. Welcome to our seminar. My presentation topic is management. I think all kiddos and ma'am are knowing the subject management. My ma'am and kiddos are good managers. You think this time I am a good manager? Yes, of course. You are a good manager. How? Our home and sometime workplace managing time, we take the position is manager. Okay. I come to the point management. പൊതുവായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായും കാര്യക്ഷമമായും കൂട്ടായി പ്രവർത്തിക്കാൻ വ്യക്തികൾക്ക് സാധിക്കുന്ന വിധത്തിൽ ഒരു ആഭ്യന്തര പരിസ്ഥിതി, അതായത് നമ്മുടെ ചുറ്റുപാട് സൃഷ്ടിക്കുന്നതിനെയാണ് മാനേജ്മെന്റ് എന്ന് നിർവചിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അവിടെ ഒരു നല്ല മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ഫീൽ ചെയ്യില്ല നമ്മളൊരു പേഷ്യന്റ് ആയിട്ടാണ് അവിടെ ചെന്നതെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തിട്ടാ. അപ്പോ അവിടെ ഒരു കൗതുകം തോന്നിയത്, ഒരു കുട്ടിയെ ഡോക്ടറെ കാണിക്കാനാണ് കൊണ്ടുപോയത്. അവിടെ കുട്ടികൾക്ക് കളിക്കാനും കാണാനും ഒത്തിരി കാര്യങ്ങൾ. നമ്മുടെ മനസ്സൊരു കുളിർമയിലേക്ക് പോകുന്ന ചിന്തകളായിരുന്നു, പോസിറ്റീവ് ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്ന അന്തരീക്ഷമായിരുന്നു. ഇതിന്റെ എഫേർട്ട് ആരുടെയാ? മാനേജ്മെന്റിന്റേതാണ്. പിന്നെ ഒരു എക്സാമ്പിൾ നമ്മൾ സ്കൂൾ എടുക്കുകയാണെങ്കിൽ നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഗുഡ് വിൽ ഉയർത്തി സ്കൂളിനെ കൂടുതൽ കാര്യക്ഷമമാക്കി സമൂഹത്തിന് മുൻപിൽ കൊണ്ടുവരാൻ കഴിയും. ഗുഡ് വിൽ എന്ന് ഉദ്ദേശിക്കുന്നത് സ്പോർട്സിലായാലും എഡ്യൂക്കേഷന്റെ കാര്യത്തിലായാലും അക്കാഡമിക്കിന്റെ കാര്യത്തിലായാലും നല്ലൊരു റിസൾട്ട്. ഒന്നും വേണ്ട, ഏറ്റവും നല്ല മാനേജറായ നമ്മളുള്ള വീട്ടില് ആളുകൾക്ക് ഹെൽത്തി ബോഡിയും സൗണ്ട് മൈൻഡും ഉണ്ടാകും. ഇനി മാനേജ്മെന്റിന്റെ ഉദ്ഭവം എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയാൽ ലാറ്റിൻ വേർഡ് ആയ മാനസ്, അതായത് ഹാൻഡ്, ഇതിൽ നിന്നും മാനേജിയർ എന്നൊരു വേർഡിലെത്തി. എന്നാൽ ഇറ്റാലിയൻ വേർഡിലാണ് നമ്മൾ എത്തിയത്. ഇതിൽ നിന്നും മാനേജ് എന്ന വേർഡ് ഉണ്ടായി. കൂടാതെ ഫ്രഞ്ച് വേർഡ് മെസ്നാജ്മെന്റ് എന്ന വേർഡാണ് മീനേജ്മെന്റ് ആയി പിന്നീട് അത് മാനേജ്മെന്റ് ആയി വന്നത്. മാനേജ്മെന്റിൽ ഇൻക്ലൂഡഡ് ആയ 5 ജനറൽ ഫംഗ്ഷൻ ഉണ്ട്: പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ലീഡിംഗ്, കൺട്രോളിംഗ്. അതിൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ലക്ഷ്യത്തിലെത്താൻ ആവശ്യമായ വിഭവങ്ങൾ, ധനം, സമയം, ആളുകൾ തുടങ്ങിയവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആസൂത്രണം ചെയ്യുന്നു. ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ചിട്ടയായി ക്രമീകരിക്കുന്നു. സ്റ്റാഫിംഗ് ആണെങ്കിൽ ജോലിക്കാരെ തിരഞ്ഞെടുക്കുക, ജോലി ശരിയായി ചെയ്യാൻ ആവശ്യമായ പരിശീലനം നൽകുക. ലീഡിംഗ്, നമ്മളൊരു കാര്യം മറ്റുള്ളവരെക്കാൾ മുൻപിൽ നിന്ന് ചെയ്യുന്നതാണ് ലീഡ്. അതായത് 2 ടീമുകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഒരു ടീം മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയാം അവര് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺട്രോളിംഗ്, പ്രവർത്തനങ്ങൾ ക്രമീകരിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനെയാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ബർത്ത്ഡേ ഫംഗ്ഷൻ മാനേജ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് പ്ലാനിംഗ് ആണെങ്കിൽ ഏത് സമയത്ത് ഫംഗ്ഷൻ വെക്കണം, എത്ര ആളുകളെ വിളിക്കണം, എത്ര രൂപ ചിലവാക്കണം തുടങ്ങിയ എല്ലാം ഒന്ന് ആസൂത്രണം ചെയ്യും. എസ്പെഷ്യലി ഡ്രസ് കോഡ് വരെ നമുക്കതിൽ പ്ലാൻ ചെയ്യാം. ഓർഗനൈസിംഗ്, സ്റ്റാർട്ടിങ് എങ്ങനെ തുടങ്ങണം, ഇരുവശത്തും ക്ഷണിക്കപ്പെട്ടവരെ ഇരുത്തി ബേബിയെ സെൻട്രലായി കൊണ്ടുവന്നിട്ട് ഒരു വിഷിംഗ് സോങ് വെച്ച് ഒരു വെഹിക്കിള് അതിനായി യൂസ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഗസ്റ്റ് ഫുഡ് ഒരു സൈഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഗസ്റ്റിന് വേണ്ടത്. പിന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് പരിപാടികൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ഈ ഒരു കാര്യത്തിൽ സംഘടിപ്പിക്കാൻ പറ്റും. ഇനി സ്റ്റാഫിംഗ് ആണെങ്കിൽ നല്ലൊരു ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ നമ്മളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് ആയാലും ഫ്രണ്ട്സ് ആയാലും ചാടി നിന്ന് കാര്യങ്ങൾ ചെയ്താൽ നല്ലൊരു ജോലിക്കാര് അവര് ചെയ്യണേക്കാൾ ഭംഗിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ലീഡിങ്, നമ്മൾ മുന്നിട്ട് നിന്ന് കാര്യങ്ങൾ ഭംഗിയാക്കുന്നത്. ചില വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഗൃഹനാഥനോ അല്ലെങ്കിൽ ഗൃഹനാഥയോ ചിലപ്പോൾ 2 പേരും ഒരേപോലെ, അല്ലെങ്കിൽ ആ വീട്ടിൽ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു സന്തതി ഉണ്ടാകും. ആള് ഓടി നടന്ന് കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണത് കാണാം, നന്നായിട്ട് ലീഡ് ചെയ്യും. കൺട്രോളിങ്, എന്തെങ്കിലും ഒരു കുറവുകൾ കണ്ടാൽ പരിഹരിച്ച് പരിപാടിയെ സൂപ്പർ ആക്കുന്നതാണ് കൺട്രോളിങ്. മെയിൻ ആയിട്ടുള്ള ഫുഡ് എത്താൻ വൈകിയാൽ അപ്പോൾ പോലും നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്ത് ആ സമയത്തെ നമുക്ക് അധികരിക്കാൻ സാധിക്കണം. ഇതിനൊക്കെ പുറമെ മാനേജ്മെന്റ് പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്, മാനേജ്മെന്റ് ഒരു കലയാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ സ്കില്ലും അറിവും എക്സ്പീരിയൻസും ഒക്കെ സംയോജിപ്പിച്ച് കസ്റ്റമറുടെ അടുത്ത് അല്പം നർമ്മപ്രയോഗത്തിലൂടെ സംസാരിച്ച് അവരെ കയ്യിലെടുക്കുമ്പോൾ അതൊരു ആർട്ടാകും. നമ്മളും അവരും ഹാപ്പി ആകുന്ന ഒരു ടേമാണിത്. അവരുടെ പ്രോബ്ലം എന്താണെന്നറിഞ്ഞ് പരിഹരിക്കണം. ഇതിന് മാനേജർ
താഴെയുള്ള ഓരോ സ്റ്റാഫിനെയും അതിന് ആപ്റ്റായ ആളെ കണ്ടുപിടിച്ചിട്ട് ആ പ്രവൃത്തികൾ ഏൽപ്പിക്കും. അപ്പോൾ അത് ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ മാനേജ്മെന്റ് ഒരു ആർട്ടാണ്. ഇനി മാനേജ്മെന്റ് ഒരു സയൻസ് ആകുന്നു. ഐ തിങ്ക് ഹൗ ഈസ് മാനേജ്മെന്റ് ആസ് എ സയൻസ്? എനിക്കെന്തോ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാൻ ഒരു സംഭവമായിരുന്നത് കോമേഴ്സിനുള്ളിൽ സയൻസും. ഞാൻ എങ്ങനെ ഞാൻ ആ ശാസ്ത്രം എന്തെന്ന് അറിയാനായിട്ട് ശ്രമിച്ചു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടിയത്. പ്രകൃതിയെയും പ്രപഞ്ചത്തെയും കുറിച്ചുള്ള അറിവ് നേടുന്നതിനും വിശദീകരിക്കുന്നതിനും പ്രവചനങ്ങൾ നടത്താനും സഹായിക്കുന്ന ഒരു ചിട്ടയായ പഠനശാഖയാണ് ശാസ്ത്രം. എന്നെ പരോപകാരിയെന്ന് മുദ്രകുത്തി ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയ എൽസി ടീച്ചറെ വരെ ഞാൻ ഈ സമയത്ത് ഓർത്തു. കാരണം കെമിസ്ട്രി എന്ന സബ്ജക്റ്റ് ഒക്കെ ഒഴിവാക്കിയാണ് സയൻസിനെ പൂർണ്ണമായി ഒഴിവാക്കി ഞാൻ കൊമേഴ്സിൽ വന്നിട്ട്. എന്നിട്ട് പിന്നെയും ഇവയുടെ മാനേജ്മെന്റ് ആസ് എ സയൻസ്. അപ്പൊ മാനേജ്മെന്റ് എങ്ങനെയാണ് ശാസ്ത്രമാവുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ നമ്മൾ എവിടെയാണോ മാനേജ് ചെയ്യേണ്ടത് ആ സ്ഥലത്തെ സ്ഥിതിഗതികൾ പഠിച്ച് വിശദീകരിച്ച് പ്രവചനങ്ങൾ നടത്താൻ സാധിക്കണം. അതായത് ഒരു മാനേജർ മാനേജ് ചെയ്യണതിന് മുന്നേ കാര്യങ്ങൾ ഗൗരവമായി തന്നെ പഠിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചില അമ്മമ്മമാര് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ഉപ്പ് പോലും നോക്കില്ല, കറി പെർഫെക്റ്റ് ആയിരിക്കും. അതൊരു അടിപൊളി മാനേജ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതില് അവരുടെ കൈപുണ്യവും ശാസ്ത്രവും എല്ലാം അടങ്ങിയ ഒരു സോഴ്സ് ആണത്. അതിലും വലിയ എക്സാമ്പിള് എന്തെങ്കിലും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ്, മാനേജ്മെന്റ് ആസ് ആൻ ഓർഗനൈസേഷൻ മീൻ ചെയ്യുന്നത് ഒരു കൂട്ടം വ്യക്തികൾ ചേർന്ന് ഒരു പ്രത്യേക ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി ഒരുമിച്ച് ചേരുന്നതിനെ സംഘടന എന്ന് പറയാം. ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് ഓർമ്മ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലൊക്കെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തകരും അവരുടെ പ്രവർത്തനവും നല്ലൊരു വൈബ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ക്രിയേഷനിലൂടെ ടാർഗറ്റ് അച്ചീവ് ഏറ്റവും വലിയ ടെൻഷനുള്ള ഒരു പണിയാണ്. പക്ഷെ അവര് നന്നായിട്ട് അത് ഓർഗനൈസ് ചെയ്യുമ്പോൾ ആ സംഭവം അവിടെ അച്ചീവായി മാറുകയാണ് ചെയ്യാം. മാനേജ്മെന്റ് ആസ് എ പേഴ്സൺ, കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നവരെ നമ്മളിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ഓരോ സ്ഥാപനത്തിൽ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെയോ തീരുമാനം ഒറ്റ സ്ഥലത്തിൽ വരുന്നതിനാണ് നമുക്ക് പേഴ്സണായി കണക്കാക്കുക. ചിലപ്പോൾ ഹെഡാണ് തീരുമാനം എടുക്കുക, ചില സമയം സീനിയർ സ്റ്റാഫ് തീരുമാനം എടുക്കുക. ഈ സീനിയർ സ്റ്റാഫ് തീരുമാനം എടുക്കുക എല്ലാ മെമ്പേഴ്സിനെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് ആസ് എ പേഴ്സൺ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ, നമുക്ക് വ്യത്യസ്ത സ്ഥലങ്ങളെ പ്രതിനിധീകരിക്കേണ്ടി വരുമ്പോൾ വിഭവങ്ങളായാലും സ്റ്റാഫുകളായാലും സാമ്പത്തിക സമയം എല്ലാം ക്രമീകരിക്കണമെങ്കിൽ അച്ചടക്കം ആവശ്യമാണ്. മാനേജ്മെന്റ് ഒരു സമാഹരണ പ്രക്രിയയാണ്. തീരുമാനമെടുക്കണം, പ്രോബ്ലം സോൾവ് ചെയ്യണം, പ്രവർത്തനം ആസൂത്രണം തുടങ്ങി എല്ലാത്തിന്റെയും ഉറവിടങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി ഹ്യൂമൻ ആയാലും മെറ്റീരിയൽ ആയാലും സാമ്പത്തിക സമയം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ചേർന്ന് ഒരു പ്രവർത്തന ശൃംഖലയാണ് മാനേജ്മെന്റ്. ചുരുക്കി പറഞ്ഞാൽ മാനേജ്മെന്റിന് മനുഷ്യനോളം പഴക്കമുണ്ട്. പക്ഷെ അത് പ്രവർത്തനശാഖ എന്ന രീതിയിൽ വ്യക്തത വന്നത് വ്യാവസായിക വിപ്ലവത്തോടെയാണ്. ഇനി പീറ്റർ ഡക്കർ is known as the father of management because of his breakthrough contributions to management theory and practice. He was among the first management thinkers to suggest that management was a separate science requiring specialized knowledge and skills. I conclude my words. Management is the process of getting things done through people to achieve specific goals. Thank you, ma'am and kiddos. Seminar presented by Prasida from Thrissur. Thank you, ma'am. വളരെ നന്നായിരുന്നു ഇവിടെ. സെമിനാർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ മാം. ഓക്കെ ഈദു ശ്രീകുമാർ. സ്റ്റാർട്ട് ചെയ്തോളാം. 1 minute. ഓക്കെ സ്റ്റാർട്ട് ചെയ്തോളാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ഓൾ. ഞാനിന്ന് മാനേജ്മെന്റ് ബേസിക് ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മാനേജ്മെന്റ് ഓപ്പറേറ്റ്സ് ത്രൂ 5 ബേസിക് ഫങ്ഷൻസ്. മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത് 5 ബേസിക് ഫങ്ഷന്റെ അടിസ്ഥാനത്തിലാണ്. 1 പ്ലാനിംഗ്, 2 ഓർഗനൈസിംഗ്, 3 കോർഡിനേറ്റിംഗ്, 4 കമാൻഡിംഗ്, 5 കൺട്രോളിംഗ്. അതിൽ ഫസ്റ്റ് പ്ലാനിംഗ് എന്ന് വെച്ചാൽ നമുക്ക് മലയാളത്തിൽ ആസൂത്രണം എന്ന് പറയാം. ഡിസൈഡിങ് വാട്ട് നീഡ്സ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് ജനറേറ്റിംഗ് പ്ലാൻസ് ഫോർ ആക്ഷൻ. നമ്മൾ ഭാവിയിൽ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മുൻകൂട്ടി എന്തെങ്കിലും കുറെ പദ്ധതികൾ തയ്യാറാക്കി വെക്കും. അതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ മോണ്ടിസോറി TTC കഴിഞ്ഞിട്ട് നഴ്സറി സ്കൂൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് അതിനുള്ള മൂലധനം, അതിനുള്ള സ്ഥലം, ബിൽഡിങ്, പിന്നെ മറ്റ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പദ്ധതി തയ്യാറാക്കി വെക്കണം. അപ്പൊ അതിനെയാണ് പ്ലാനിങ് അഥവാ ആസൂത്രണം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഓർഗനൈസിങ്, സംഘടിപ്പിക്കൽ.
മേക്കിംഗ് ഷുവർ ദ ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസ് ആർ പുട്ട് ഇൻ ടു പ്ലേസ്. ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ അതിനകത്തുള്ള ഇപ്പം നമുക്ക് അതിൽ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, നോൺ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, മനുഷ്യ വിഭവങ്ങളുണ്ട്, മനുഷ്യേതര വിഭവങ്ങളുണ്ട്. ഇവയെല്ലാം സംഘടിപ്പിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ സ്ഥലത്ത് ഒരുമിച്ച് എത്തിക്കണം. അതിനെയാണ് എന്തെന്ന് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സ്കൂൾ തുടങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് നമുക്ക് എന്താണ് ഇപ്പൊ സ്കൂൾ തുടങ്ങാൻ ഒരു ഹെഡ് വേണം, നമുക്കൊരു ഗൈഡൻസ് നൽകാൻ ആൾ വേണം, എംപ്ലോയീസ് വേണം, പിന്നെ സാധനങ്ങൾ കൊണ്ടുവരാനും അറേഞ്ച് ചെയ്യാനും ആൾ വേണം, ബിൽഡിംഗ് മെയിൻ്റെനൻസിനുള്ള ആൾക്കാർ വേണം. അവരെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ ക്ലാസ് റൂമിന് ആവശ്യമായ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പൊ ഡെസ്ക്, ചെയർ അങ്ങനെയുള്ളത്, പിന്നെ കുട്ടികൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ടോയ്സ്, പിന്നെ സാധനങ്ങളുടെ വാഹനങ്ങൾ. അപ്പൊ അതിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം, നോൺ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയാം. അപ്പൊ ഇവയെ രണ്ടേയും കൂടെ ഇതിനെല്ലാം കൂടെ സംഘടിപ്പിച്ച് വരുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോർഡിനേറ്റിംഗ് ആണ്, ഏകോപിപ്പിക്കൽ. ക്രിയേറ്റിംഗ് എ സ്ട്രക്ചർ ത്രൂ വിച്ച് ആൻ ഓർഗനൈസേഷൻസ് ഗോൾ ക്യാൻ ബി അക്കംപ്ലിഷ്ഡ്. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടൊരു സ്ട്രക്ചർ, ഒരു ഘടന നമുക്ക് വേണം. ഇപ്പൊ നമ്മൾ സ്കൂൾ തുടങ്ങി കുറെ കുട്ടികളെയൊക്കെ കൊണ്ടിരുത്തിയിട്ട് അത് സക്സസ് ആവില്ല. പകരം എന്തെങ്കിലും നമുക്ക് അതെന്തെങ്കിലും സക്സസ് ആക്കണം, അത് എന്നും നിലനിൽക്കണമെന്നും അത് നല്ല വാല്യൂ ഉള്ള ഒന്നാക്കി മാറ്റണം. അപ്പൊ അതിന് എന്ത് വേണം, വ്യക്തമായിട്ടൊരു ഘടന വേണം. അങ്ങനെ ഒരു ഘടന നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കി എടുക്കണം. അടുത്ത പറയുന്ന കമാൻഡിങ് നമുക്കിവിടെ നിർദ്ദേശം നൽകലെന്ന് പറയാം. ഡിറ്റർമിനിങ് വാട്ട് മസ്റ്റ് ബി ഡൺ ഇൻ എ സിറ്റുവേഷൻ ആൻഡ് ഗെറ്റിംഗ് പീപ്പിൾ ഡു ഇറ്റ്. ഒരു സാഹചര്യത്തിൽ പീപ്പിൾ എന്ത് ചെയ്യണമെന്ന് നിർണ്ണയിക്കുന്നതിനെയാണ് നമുക്ക് കമാൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, സ്കൂൾ തുടങ്ങിയിട്ട് മാനേജ്മെന്റ് വഴിക്ക്, ടീച്ചേഴ്സ് അവരെ വഴിക്ക്, അങ്ങനെ ആയി പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് നിർദ്ദേശം നൽകാൻ ഒരു ഹെഡ് വേണം. ഇപ്പൊ ടീച്ചർക്ക് പഠിപ്പിക്കുന്ന രീതി, കുട്ടികളോട് ഇടപഴകുന്ന രീതി, പിന്നെ ആയമാരുടെ സമീപനം കുട്ടികളോട്, അപ്പൊ അതെല്ലാം നോക്കിക്കണ്ട് അതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകി കൂടുതൽ നമുക്ക് പുരോഗതിക്ക് പോകാൻ എന്തൊക്കെ ആവശ്യമാണ് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനെയാണ് ഇവിടെ കമാൻഡിങ് അല്ലെങ്കിൽ നിർദ്ദേശം നൽകൽ എന്ന് പറയുന്നത്. അടുത്ത കൺട്രോളിങ്, നിയന്ത്രണം. ചെക്കിംഗ് പ്രോഗ്രസ് എഗെയിൻസ്റ്റ് പ്ലാൻസ്. ഇപ്പൊ നമ്മുടെ പദ്ധതികളുടെ പുരോഗതി നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിച്ച് നോക്കണം. എന്നിട്ട് അതിൽ പുരോഗതിക്ക് തടസ്സമാകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നിയന്ത്രിക്കണം. ബേസിക് ഫങ്ഷൻസ് പോലെ തന്നെ ബേസിക് റോൾസ് കൈകാര്യം ചെയ്യുന്ന കുറച്ച് പേര് ഇതിൽ കാണും. അതിലൊന്ന് ഇന്റർപേഴ്സണൽ, മലയാളത്തിൽ പറയുമ്പോൾ പരസ്പര ബന്ധിതമായ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയാം. റോൾസ് ദാറ്റ് ഇൻവോൾവ് കോർഡിനേറ്റിംഗ് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് എംപ്ലോയീസ്. തൊഴിലാളികളുമായിട്ട് ഇടപെടുകയും അവരെ ഏകോപിപ്പിച്ച് കൊണ്ടുവരികയും നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്ന റോള് വഹിക്കുന്ന ആളെ നമുക്കിവിടെ ഇന്റർപേഴ്സണൽ എന്ന് പറയാം. ഇപ്പൊ സ്കൂളിന്റെ ഒക്കെ അടുത്ത് നമ്മൾ അതിന്റെ ഹെഡ്, നമ്മൾ ബിസിനസ് സ്ഥാപനം എടുത്ത് അതിന്റെയൊക്കെ മാനേജറെ നമുക്ക് ഇന്റർപേഴ്സണൽ ആയിട്ട് കണക്കാക്കാം. പിന്നെ ഇൻഫോർമേഷണൽ, ഒരുപാട് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പൊ റോൾസ് ദാറ്റ് ഇൻവോൾവ് ഹാൻഡ്ലിംഗ്, ഷെയറിംഗ് ആൻഡ് അനലൈസിങ് ഇൻഫോർമേഷൻ. വിവരങ്ങൾ പിന്നെ കൈകാര്യം ചെയ്യുന്നത്, പങ്കുവയ്ക്കുന്നത്, പിന്നെ പരിശോധിക്കുന്നത്, വിശകലനം ചെയ്യുന്നത്, അങ്ങനെയുള്ള റോളൊക്കെ വഹിക്കുന്നവരെ നമുക്കിവിടെ ഇൻഫോർമേഷണൽ എന്ന് പറയാം. പിന്നെ ഡിസിഷണൽ, തീരുമാനമെടുക്കണം. ഇപ്പൊ നമ്മളിപ്പോൾ ഏത് സ്ഥാപനം തുടങ്ങിയാലും എന്ത് ബിസിനസ് എന്ത് സ്റ്റാർട്ട് ചെയ്താൽ അതിൽ ഒരുപാട് പിന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കാണാം. അപ്പൊ അങ്ങനെയുള്ള റോൾസ് ദാറ്റ് റിക്വയർ ഡിസിഷൻ മേക്കിംഗ്, ഒരുപാട് മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന റോൾ വഹിക്കുന്നവരെ നമുക്ക് ഡിസിഷണൽ എന്ന് പറയാം. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് സ്കിൽ ഡെവലപ്ഡ് ആണ്. നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും, എന്ത് സ്ഥാപനമായാലും എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ കഴിവുകൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യണം, വികസിപ്പിച്ചെടുക്കണം. നമുക്ക് ഉള്ളതിൽ നിന്നും കുറച്ച് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, വികസിപ്പിച്ചെടുക്കണം. അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത പറഞ്ഞത്. അതിൽ പറഞ്ഞ പൊളിറ്റിക്കൽ, യൂസ്ഡ് ടു ബിൽഡ് എ പവർ ബേസ് ആൻഡ് പ്രൂവ് കണക്ഷൻസ്. ഒരു ശക്തമായ അടിത്തറ ഉണ്ടാക്കിയെടുക്കാനും പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ഉള്ള കഴിവ് എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിൽ തന്നെ ഒരു പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരം, നമുക്ക് എക്സാമ്പിൾ രാഷ്ട്രീയക്കാരെ തന്നെ എടുത്താൽ മതി. അവർക്ക് ഏത് മേഖലയിലും അവർക്ക് ശക്തമായൊരു പവറുണ്ട്, പിന്നെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അവരെങ്ങനെ വീണാലും അവർ രണ്ട് കാലിൽ തന്നെ നിൽക്കും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് ശക്തമായൊരു അടിത്തറയും ബന്ധങ്ങളൊക്കെ, പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കഴിവ് നമ്മൾ വികസിപ്പിച്ചെടുക്കണം. പിന്നെ തിയററ്റിക്കൽ, സിദ്ധാന്തപരമായിട്ടുള്ളത്, യൂസ്ഡ് ടു അനലൈസ് കോംപ്ലക്സ് സിറ്റുവേഷൻസ്. നമുക്ക് ഒരുപാട് സങ്കീർണമായ സാഹചര്യങ്ങൾ, നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്താലും അതിൽ ഒരുപാട് സങ്കീർണമായ സാഹചര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് നേരിടേണ്ടി വരും. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് വിശകലനം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുക്കണം. അടുത്ത ഇന്റർപേഴ്സണൽ, യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ്, മോട്ടിവേറ്റ്, മെന്റർ ആൻഡ് റെപ്രസെന്റേറ്റ്. മറ്റുള്ളവരുമായിട്ട് നമുക്ക് നല്ലൊരു ആശയവിനിമയം നടത്താനും, മോട്ടിവേറ്റ്, പ്രചോദനം നൽകാനും, നല്ല ഉപദേശങ്ങൾ നൽകാനും, നല്ലൊരു പ്രതിനിധിയായിട്ടും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള കഴിവുകൾ നമ്മൾ എന്ത് ചെയ്യണം, വികസിപ്പിച്ചെടുക്കണം. ഇനി അടുത്ത ഡയഗ്നോസ്റ്റിക് മീനിങ് പറയുകയാണെങ്കിൽ രോഗം, അവസ്ഥ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിയുന്നത്, നിർണ്ണയിക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്.
എബിലിറ്റി ടു ഇമാജിൻ ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് റെസ്പോൺസ് ടു എ സിറ്റുവേഷൻ. ഒരു സാഹചര്യം നമുക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ നമുക്ക് അതിനോട് എങ്ങനെ പ്രതികരിക്കാം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി നമുക്ക് ഇമാജിൻ ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവ് വേണം. ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് പോസിറ്റീവ് കാണും, പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ വരും, നെഗറ്റീവായിട്ട് സിറ്റുവേഷൻ വരും. ഇപ്പം നമുക്ക് ദേഷ്യം വരും, സാഹചര്യം വരും, സന്തോഷം വരും, സങ്കടം വരും, ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ എങ്ങനെ നമ്മൾ ഏറ്റവും ഉചിതമായ രീതിയിൽ, പിന്നെ അതിലൊരു കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് റെസ്പോൺസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ഇമാജിൻ ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ എന്ത് ചെയ്യണം, വികസിപ്പിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ലീഡർഷിപ്പ്, നേതൃത്വ ഗുണം, കപ്പാസിറ്റി ലീഡ് ആൻഡ് പ്രൊവൈഡ് ഗൈഡൻസ് ടു സ്പെസിഫിക് ഗ്രൂപ്പ്. ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നല്ല രീതിയിൽ ലീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ എന്ത് ചെയ്യണം, വികസിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ടെക്നിക്കൽ, സാങ്കേതികപരമായിട്ടുള്ള എക്സ്പേർട്സ് ഇൻ ഓൺ പർട്ടിക്കുലർ ഓപ്പറേറ്റീവ് ഏരിയ, ഒരാളുടെ ഒരു പ്രത്യേക പ്രവർത്തന മേഖലയിലെ കഴിവ്, അതായത് സാങ്കേതികപരമായിട്ടുള്ള കഴിവുകളെ നമ്മൾ എന്ത് ചെയ്യണം, വളർത്തിയെടുക്കണം. ഇങ്ങനെ മാനേജ്മെന്റ് ബേസിക് ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ബേസിക് റോൾസ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായ അറിവ് വേണം. പിന്നെ നമ്മുടെ കഴിവുകളൊക്കെ വികസിപ്പിച്ചെടുക്കണം. ഇങ്ങനെ ഇതിലൂടെ മാത്രമേ നമ്മൾ ഏത് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്താലും നമ്മളെ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. മനസ്സിലായോ മാം? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ആദ്യമായിട്ടാണ്. താങ്ക് യു. വിനീത. വിനീത. ഓക്കെ, വിനീതില്ല, MP6 ആണ്. ഫാത്തിമ MP7. Start ചെയ്തോട്ടെ. Okay, good evening everyone. Today I would like to present a seminar on the topic Educational Management Aims. നമ്മളുടെ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്. ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് ഫലപ്രദമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അടിസ്ഥാന വിജയത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് തന്നെയാണ്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിൽ കെയർഫുൾ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ഓഫ് റിസോഴ്സസ് ആൻഡ് പീപ്പിൾ, ഇത് എല്ലാം ഒരേപോലെ കൊണ്ടുപോകല് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. The primary aim of educational management is to help institution to achieve their set objectives. Educational managementന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഓൾറെഡി സെറ്റ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് ഉണ്ടാവും, അത് കൈവരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യലാണ്. ഇതിനകത്ത് കുട്ടികളുടെ അക്കാഡമിക് പെർഫോമൻസ് വരാം, കുട്ടികളുടെ ടോട്ടലി ഉള്ള സമഗ്രമായിട്ടുള്ള ഒരു വികസനം, ഡെവലപ്മെന്റ് വരാം, സ്റ്റാഫ് സാറ്റിസ്ഫാക്ഷൻ വരാം, അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള ഒരു ഇടപെടൽ, അതായത് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് വരാം. ഈ എല്ലാ ഗോൾസും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും അതുപോലെ തന്നെ കൺസ്ട്രക്ഷനും അത്യാവശ്യമാണ്. ഇത് എല്ലാം ഒരേപോലെ കൊണ്ടുപോയാൽ മാത്രമാണ് പബ്ലിക്കിന്റെ ഇടയിൽ ഒരു പോസിറ്റീവ് ഇമേജ് ആ ഇൻസ്റ്റിറ്റ്യൂഷന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അതായത് പലതരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സസ് നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നുണ്ട്. അതായത് കുട്ടികളാണെന്നുണ്ടെങ്കിലും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അങ്ങനെ പലതരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഒരു എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിൽ വരുന്നുണ്ട്. അപ്പം ഈ എല്ലാ ഹ്യൂമൻ റിസോഴ്സസിനെയും മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. Effective management ensures that every individual's role is clearly defined and well supported, which in turn improves the overall efficiency and job satisfaction within the institution. അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കൊഹസീവ് ആയിട്ടുള്ള ജീനിയൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സൗഹാർദ്ദപൂർണവും ഐക്യവും ഉള്ളൊരു അന്തരീക്ഷം മാനേജ്മെന്റ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് എന്ത് തർക്കങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അതൊരു പരിധിവരെ കുറക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും ടീച്ചേഴ്സിന്റെയും ഇടയിൽ പരസ്പരമുള്ള ആ ഒരു ഇന്ററാക്ഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എല്ലാം ബിൽഡ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ജീനിയൽ ആൻഡ് കൊഹസീവ് അറ്റ്മോസ്ഫിയർ സഹായിക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ്
വേറെ ഒരു ഇമ്പോർട്ടന്റ് എയിം എന്ന് പറയുന്നതാണ് കമ്മ്യൂണിറ്റി ആയിട്ട്, അതായത് സൊസൈറ്റി ആയിട്ട് ഒരു ഏറ്റവും നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല, അത് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. സമൂഹത്തിൽ ഉള്ളവരുമായിട്ട് വളരെയധികം ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹെൻസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് മാനേജ്മെന്റ് ബിൽഡ്സ് ബ്രിഡ്ജസ് വിത്ത് പാരന്റ്സ്, ലോക്കൽ അതോറിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ടു ഫോസ്റ്റർ ട്രസ്റ്റ്, കോപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ ഗ്രോത്ത്. അറ്റ് ലാസ്റ്റ്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളെ നാളത്തെ പൗരന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഈസ് മച്ച് മോർ ദാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് എ thoughtful process aimed at holistic development and smooth functioning of an institution. By focusing on strategic planning, optimal resource utilization, positive interpersonal relationship and community connection, education management ensures long-term success. Ultimately, transform an institution into a center of learning, growth and collaboration, benefiting not only the students and staff but also the broader society. Thank you all. നന്നായിരുന്നു ഫാത്തിമ. മിസ്റ്റർ ബർനെസ്റ്റ്. പറഞ്ഞോട്ടെ. സ്റ്റാർട്ട് ചെയ്തു. 1 minute. സ്റ്റാർട്ട് ചെയ്തു. ഗുഡ് ഈവനിങ് മാം ആൻഡ് ഫ്രണ്ട്സ്, ഐ ആം അപർണ എസ്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന സെമിനാറിന്റെ ടോപ്പിക് പ്ലാനിംഗ് ആണ്. Planning is the process of setting objectives and determining the actions in order to achieve them. Planning is anticipated in nature and sets preference. It is proactive rather than passive. ഏതൊരു ഫംഗ്ഷനും നടപ്പിലാകണമെങ്കിൽ അതിൽ പല ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലാനിംഗ് അഥവാ ആസൂത്രണം. ഏതൊരു കാര്യം വിജയിക്കുന്നത് പ്ലാനിങ്ങിലൂടെയാണ്. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്യാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. പ്ലാനിങ്ങിലൂടെ പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇപ്പൊ പ്ലാനിങ് എങ്ങനെ നടത്താം, എപ്പോൾ നടത്താം, എവിടെ നടത്താം, അങ്ങനെ പല സംശയങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. പ്ലാനിങ്ങിൽ 7 objectives ഉണ്ട്. ഫസ്റ്റ് വൺ ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്, സെക്കൻഡ് വൺ ഡിറ്റർമിനിങ് ദ കറന്റ് സ്റ്റേറ്റസ് വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്ജക്റ്റീവ്സ്, തേർഡ് വൺ ഡിറ്റർമിനിങ് പ്ലാനിങ് പ്രിമൈസസ്, ഫോർത്ത് വൺ ഐഡന്റിഫൈയിങ് ആൾട്ടർനേറ്റീവ്, ഫിഫ്ത്ത് വൺ choosing an alternative, sixth formulating supportive plans, last one implementing the plans. The first step, defining objectives. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക. രണ്ടാമത് നിങ്ങൾ സെറ്റ് ചെയ്ത ഗോളിന്റെ ഇപ്പോഴത്തെ അവസരം മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ ഓവറോൾ കാര്യം മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ബെസ്റ്റായി നൽകാം, പിന്നെ വ്യക്തമായ ഇതിന് തിരഞ്ഞെടുക്കൽ ആവശ്യമാണ് പ്ലാനിങ്. പിന്നെ നെക്സ്റ്റ് വൺ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം. ഇപ്പൊ ലാസ്റ്റ് വണ്ണാണ് ഇംപ്ലിമെന്റിങ് ദ പ്ലാൻസ്. ഈ പ്ലാൻ നമ്മൾ നടപ്പിലാക്കാം. അപ്പോൾ ഈ 7 സ്റ്റെപ്സ് ആണ് പ്ലാനിങ്ങിന്റെ അടിത്തറ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമ്മുടെ സ്മാർട്ട് ശ്രീ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ സ്മാർട്ട് ശ്രീ PSC പഠിപ്പിക്കുന്ന സെന്റർ ആയിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ് വന്നു. പിന്നെ നെക്സ്റ്റ് മോൺസോറി കോഴ്സ് വന്നു. ഇപ്പോൾ HR കോഴ്സ്, വേറെയും കോഴ്സൊക്കെ സ്മാർട്ട് ശ്രീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്മാർട്ട് ശ്രീയുടെ ഗ്രോത്തിന് പിന്നിൽ ഒരു വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിലെ പ്രവർത്തനത്തിന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു പ്ലാനിങ് ഉണ്ട്. ഓക്കെ മാം. നന്നായിരുന്നു. ഉഷ പറയട്ടെ മിസ്സേ? ഓക്കേടാ, 1 minute പിൻ ചെയ്യട്ടെ. ഉഷാറാണ്. പേര് ഫുൾ നെയിം അങ്ങനെയാണോ? ഉഷാർ ആണോ? ഉഷാറാണി അതന്നല്ലേ? ഓക്കെ, പറയട്ടെ. സ്റ്റാർട്ട്. Good evening, my dear teachers and friends. Today I got the topic organizing. School organizing. സ്കൂൾ ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ സുഗമമായ നടത്തിപ്പിനെയും ക്ലാസ്സുകളെയും നോൺ സ്റ്റാഫുകളെയും ടീച്ചേഴ്സിനെയും അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ക്രമീകരിച്ച് കൊണ്ടുവരുന്നതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിലെ ഒന്നാമത്തെ
organizing characterized by divisions of work specialization. ഡിവിഷൻസ് ഓഫ് വർക്ക് സ്പെഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സെക്ഷനിലെ സ്റ്റാഫുകളെ നിയമിക്കുന്നതിനെയാണ് ഡിവിഷൻസ് ഓഫ് വർക്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഓറിയന്റേഷൻ ടുവേർഡ്സ് ഗോൾസ്. ഓറിയന്റേഷൻ ടുവേർഡ്സ് ഗോൾസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ നല്ല പൗരന്മാരായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സ്കൂളുകളിൽ ഓരോ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പോഴുണ്ടാവുന്ന നമ്മളെ ഈ ഡ്രഗ്സ് അബ്യൂസിനെതിരെ കൗൺസിലിങ്ങും ക്ലാസ്സസും ഇപ്പം സ്കൂളിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നല്ല മാർഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. നെക്സ്റ്റ്, കോമ്പസിഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്. സ്കൂൾ വിദ്യാഭ്യാസം ശിഥിലീകരിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ ഗ്രൂപ്പുകളായി തരംതിരിച്ച് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അധ്യാപകർ നൽകുന്നു. അതായത് ഇപ്പൊ നമുക്ക് കുട്ടികൾ കുറച്ച് പഠിക്കാൻ താഴ്ന്ന നിലയിലാണെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് കൊടുക്കുകയും നല്ല നല്ല ട്രെയിനിങ് കൊടുക്കുന്നതിനെയുമാണ് കോമ്പസിഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഡിസ്ക്രിമിനേറ്റ് ഫംഗ്ഷൻ. വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സ്കൂളിലുള്ള ഓരോ ജോലികളും ഓരോ വ്യക്തികൾക്കായി പകുത്തു നൽകുന്നു. അതിനെയാണ് ഡിസ്ക്രിമിനേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കണ്ടിന്യൂസ് പ്രോസസ്. ഒരു മിനിറ്റ് സർ. നമ്മളിപ്പം സ്കൂളിൽ എല്ലാ സ്റ്റാഫുകൾ ഒന്നിച്ച് ജോലി ചെയ്താൽ മാത്രമേ ഒരു സ്കൂൾ നമുക്ക് ഏകോപിച്ച് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്കൊരു മീറ്റിംഗ് കണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഏകോപിച്ച് ഒരുമിച്ച് കൊണ്ടുവന്നിട്ടും ആ ബന്ധങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നതിനെയാണ് കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത്. ഡെലിഗേഷൻസ് ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻസ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പം സ്കൂളിലെ ഒരു പ്രിൻസിപ്പളിന് ഇപ്പം ഒരു ദിവസം വരാൻ പറ്റിയില്ല, അപ്പൊ ആ വൈസ് പ്രിൻസിപ്പളിനെ നിയമിക്കുന്നു. അതിനെയാണ് ഡെലിഗേഷൻസ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷിംഗ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. നമ്മൾ സ്കൂളിൽ ഇപ്പം ഒരു റേഡിയോ ചാനലോ പിന്നെ ഇമെയില്, ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടാതെ മാഗസിൻ നമ്മളെ കോളേജിലുള്ളതുപോലെ ഈ സ്കൂളുകളിലും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് പേരൻസ് ആയിട്ടായാലും കുട്ടികളും ടീച്ചേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ റേഡിയോ ചാനൽ തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. I am concluding my seminar that in essence school organization is the framework that enable a school to function effectively, ensuring a positive learning environment. The achievement of educational goals, it involves the strategic planning, coordination and management of resources, personal activities to support teaching and learning. Thank you. ടീച്ചറെ, ഞാൻ നെറ്റ് പോയതായിരുന്നേ, റേഞ്ച് പോയതായിരുന്നു കേട്ടോ. വിനീതയാണേ. ഓക്കെ. വാട്ട് ഈസ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയയാണ്. അതിലൂടെ അവരുടെ അറിവും അവർക്ക് മൂല്യങ്ങളും അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാനും ഒക്കെയാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നതെങ്കിൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത് കഴിവുള്ള ക്ഷമതയുള്ള അധ്യാപകർ ഗവേഷണവും നടത്തി അധ്യാപനമൊക്കെ വിപുലീകരിച്ച പ്രവർത്തനങ്ങൾ ഫലപ്രദമായ നേട്ടം കൈവരിക്കാൻ മനുഷ്യന്റെ ഭൗതികമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥാപനത്തിൽ പ്രവർത്തനം, അതിനെല്ലാം ആസൂത്രണം ചെയ്യുക, സംഘടിപ്പിക്കുക, നയിക്കുക, നിയന്ത്രിക്കുക, അതിനൊക്കെയുള്ള കഴിവിനെയാണ് വിദ്യാഭ്യാസ മാനേജ്മെന്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ചില ദേശീയ നയങ്ങളും വിദ്യാഭ്യാസത്തിലുള്ള മാനവശേഷി വളർച്ച ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സമൂഹത്തിലും സാമൂഹികവും സാമ്പത്തികമായും സാംസ്കാരികമായിട്ടുള്ള വളർച്ച കൈവരിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ നിലവിലുള്ള സംസ്കാരത്തിന്റെ ഗുണങ്ങൾ നിലനിർത്തിക്കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിൽ മാറ്റണമോ അതെല്ലാം മാറ്റം കൊണ്ടുവരിക. അത് വിദ്യാർത്ഥികൾക്കാണ് അത് കൊണ്ടുവരാൻ കഴിയുന്നതുകൊണ്ട് അവർക്ക് വേണ്ട പാഠ്യപദ്ധതികളിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുക. പാഠ്യപ്രവർത്തനങ്ങളെല്ലാം ചലനാത്മകമായിരിക്കണം. നമ്മുടെ ദേശീയ വളർച്ചാ ലക്ഷ്യങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാനത്തിന്റെ കുറിച്ചും വിദ്യാഭ്യാസത്തിന്റെ പ്രൊഫഷണൽ മാനേജ്മെന്റും ഒക്കെ നമുക്ക് ആവശ്യമാണ്.
വിദ്യാഭ്യാസം പ്രൊഫഷണലായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പറയുന്ന വിദ്യാഭ്യാസ മാനേജ്മെന്റിൽ സയൻസ്, ചരിത്ര വിഷയങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തേണ്ടതാണ്. വിദ്യാഭ്യാസത്തിന്റെ റോൾ എന്താണ്, കടമകൾ എന്താണ്, ഇവയൊക്കെ ഉൾപ്പെടുത്തണം. വിദ്യാഭ്യാസ മാനേജ്മെന്റ് ഈ പറയുന്ന സമഗ്രമായിട്ടുള്ള എല്ലാ മേഖലകളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല വിദ്യാഭ്യാസ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിലെ അധ്യാപകരും മാനേജ്മെന്റിലുള്ള ഉന്നത ഇതും അനധ്യാപകരും കുട്ടികളും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് വിദ്യാഭ്യാസ മാനേജ്മെന്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസം ഒരു അനിവാര്യ ഘടകമാണ്. അപ്പൊ അത് കൃത്യമായ രീതിയിൽ ലഭിച്ചാൽ മാത്രമേ സമൂഹത്തിന് അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിനും ഒക്കെ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വിനീത നന്നായിരുന്നു കേട്ടോ. താങ്ക് യു ടീച്ചർ. വിനീത കഴിഞ്ഞിട്ട് ദിവ്യ കഴിഞ്ഞിട്ട് ഉഷാറാണ് കഴിഞ്ഞ ദിവ്യ അല്ലേ? ദിവ്യ ഉണ്ടോ? ഞാൻ അവിടെ ഉണ്ട്. ഓക്കെ, ദിവ്യ ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് കേട്ടോ. Okay. Good evening, ma'am. Good evening, friends. I'm Divya. Welcome to my seminar. I would like to convey a small information about my own words. Okay, let's start. Okay. Directing ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിൽ, അതായത് ഗ്രൂപ്പ് ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പീപ്പിൾസിനെ എൻകറേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ജോലി ചെയ്യാനുള്ള ഒരു ഇഷ്ടം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാഷൻ, കോൺഫിഡൻസ്, ഇതെല്ലാം കൂടി ഇതെല്ലാം ഒത്തുചേർന്നിട്ട് ഒന്ന് ജോലി ചെയ്യുക. അത് അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമുക്ക് ഒരു ഡയറക്റ്റിംഗിലേക്ക് എത്തിപ്പെടുന്നത്. എന്തിനോട് കൂടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? ഒരു പ്രൊവൈഡ് സഫീഷ്യന്റ് ഗൈഡ് ലൈൻസ് ടു കംപ്ലീറ്റ് ദ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ കൊടുത്തുകൊണ്ട്, പിന്നെ അതേപോലെ തന്നെ മോട്ടിവേറ്റ് ഇൻഡിവിജ്വൽ ടു അച്ചീവ് ഇൻ എ കോർഡിനേറ്റഡ് മാനർ. അതായത് ഒരുമയോട് പ്രവർത്തിച്ച് മോട്ടിവേറ്റ് ചെയ്ത് ഗോൾസിലേക്ക് എത്തിക്കുക. അത് മാത്രമാണ് എന്ത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? റെസ്പോൺസിബിലിറ്റി, അതായത് ഉത്തരവാദിത്തം, അക്കൗണ്ടബിലിറ്റി, കൃത്യനിഷ്ഠത. അത് നമുക്ക് എന്തായാലും ഒരു കൃത്യനിഷ്ഠത വേണം, ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. കൃത്യനിഷ്ഠതയും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഡയറക്റ്റിംഗിൽ വരുന്നതാണ്. ഇത് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് ഞാൻ കൺട്രോളിംഗിലേക്ക് പോട്ടെ. ഓക്കെ. കൺട്രോളിംഗ് എന്ന് വെച്ചാൽ എന്താ? പ്ലാനിങ് ബേസ് ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും മെഷർ ചെയ്യുക, അളക്കുക, ഒബ്സർവ് ചെയ്യുക പറഞ്ഞാൽ എന്താ? നിരീക്ഷിക്കുക അല്ലെ? കൺട്രോളിംഗ് എന്ന് പറയുന്നത് അത് മാത്രല്ല, ആവശ്യമുള്ളപ്പോ നമ്മൾ ആ ഒബ്സർവ് ചെയ്തിട്ട് എന്തേലും തെറ്റ് വന്നു എന്ന് കണ്ടു എന്ന് വെച്ചാൽ എന്താ? അതിനെ കറക്റ്റ് ചെയ്യുക, തിരുത്തുക എന്നതാണ് എന്ത്? കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് ചെയ്തതിന് ശേഷം അത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു, ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും ഉപ്പോ മുളകോ എരിവോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യും, കൺട്രോൾ ചെയ്യും. അതിനാണ് എന്ത് പറയാ? കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിലും കൺട്രോളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും നമുക്കിനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് തിരുത്തുന്നതിനാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കൺട്രോളിംഗ് ഇത് മാത്രമല്ല, എന്തെങ്കിലും തെറ്റ് വരുന്ന കൂടുതലും എന്താന്ന് വെച്ച് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യലാണ് കൂടുതലും. അതായത് ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ നടന്നത്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡീവിയേഷൻ, നമ്മുടെ വേർഡാണ് ഡീവിയേഷൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ എന്നല്ല നമ്മൾ ഏതിലാണ് നോക്കുന്നത്? കൺട്രോളിംഗിലാണ് നോക്കുന്നത്. കൺട്രോളിംഗ് ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ ആക്ച്വൽ പെർഫോമൻസ്, അതായത്
നമ്മൾ ഏറ്റെടുത്ത ജോലി ആക്ച്വൽ ആയിട്ടാണോ കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത്, പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ ചെയ്യുന്നത് എന്ന് നോക്കുന്നതാണ് എന്ത് കൺട്രോളിങ് എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും തെറ്റ് വന്നു എന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ ആരെയും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. ഓക്കെ, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൺട്രോളിങ് എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് ആണ് കൂടുതലും നോക്കുക. ബഡ്ജറ്റും ഉൾപ്പെടുന്നതാണ്. ബഡ്ജറ്റ് ആയിരിക്കും കൂടുതൽ നോക്കുക. അതിൽ ബഡ്ജറ്റിൽ വരുന്നത് എന്തായിരിക്കും, വരവ് ചെലവ്, ഇൻകം എക്സ്പെൻഡിച്ചർ ആയിരിക്കും കൂടുതലും നോക്കുക. ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്ലൈസ്, അതായത് സ്ഥാപന വിതരണങ്ങൾ, സ്കൂളിലാണെങ്കിൽ അല്ലെങ്കിൽ ബുക്സ്, സ്റ്റേഷനറി മെറ്റീരിയൽസ്, ബുക്സ്, പെൻസിൽ, അതായത് നമ്മുടെ എക്സാം ബേസ് ചെയ്ത് നമ്മുടെ പിന്നെ ലൈബ്രറി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് അപ്ഡേറ്റ് ചെയ്യുന്നത് കൺട്രോളിൽ വരുന്നതാണ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, അതായത് ടീച്ചർ എങ്ങനെ പഠിപ്പിക്കുന്നു, കുട്ടികളെ എങ്ങനെ പഠിക്കുന്നു എന്ന പ്രോസസ്സൊക്കെ എന്തിൽ വരുന്നു, കൺട്രോളിങ്ങിൽ വരുന്നു. അക്കൗണ്ട്സ്, സ്കൂളിന്റെ റെക്കോർഡ്സ്, അതായത് രജിസ്റ്റേഴ്സ്, സ്കൂളിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൺട്രോളിൽ ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ്. ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ്സ് ആൻഡ് സ്റ്റുഡൻസ്, സ്റ്റാഫിന്റെയും സ്റ്റുഡൻസിന്റെയും ഡിസിപ്ലിനും ഇതെല്ലാം എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യണം. കാരണം കുട്ടികൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അത് ആരാ തിരുത്തുന്നത്, നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റി ആണ് തിരുത്തുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ, കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നത് ആരാ, ടീച്ചേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇതെല്ലാം ആണ് കൺട്രോളിംഗിൽ വരുന്നത്. അപ്പൊ ഇത്രയുള്ളതിന്റെ ടോപ്പിക്. താങ്ക് യു സോ മച്ച്. Okay. Next point evaluation ശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഹാഫ് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സെമിനാർ കണ്ടക്ട് ചെയ്യാം കേട്ടോ. രേഷ്മ, ഷെമീന, അതേപോലെ മാം ഒരു 5 മിനിറ്റ് മതി മാം, കുഞ്ഞ ടോപ്പിക്കാ. എടുത്തോ, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എടുക്കണമെന്ന്. പക്ഷെ മോന് പറയുമ്പോ ടൈം പ്രശ്നമായിരിക്കുമെന്ന് അറിഞ്ഞുവിടല്ല, അതുകൊണ്ടാണ് കേട്ടാ ഞാൻ കണ്ടക്ട് ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടാ. ഓക്കെ രേഷ്മ, ലാസ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടാ. ഓക്കെ മാം. Good evening ma'am. Good evening my dear friends. I am Reshma from Trivandrum. എന്റെ ടോപ്പിക് ഇവാലുവേഷൻ. അതായത് നമ്മൾ ഒരു വർഷത്തെ നമ്മുടെ പ്രയത്നമാണത്. നമ്മൾ എന്തെല്ലാം ചെയ്തു അതെല്ലാം നമ്മുടെ ഒരു റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഇവാലുവേഷന് പോവാണ്, നമ്മളൊക്കെ ടീച്ചേഴ്സ് പോവാണെന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ അക്കാദമിക് ഇയറിൽ ആ കുട്ടി എന്തെല്ലാം ചെയ്തു, ആ കുട്ടിയുടെ നേട്ടങ്ങൾ ഉണ്ടാവാം, ചിലപ്പോ താഴ്ചകൾ ഉണ്ടാവാം. അതൊക്കെ ആ കുട്ടിക്ക് ഇനി അടുത്ത ഒരു വർഷത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇവാലുവേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് എക്സാമ്പിളിന് മോക്ക് ടെസ്റ്റ്, നമ്മൾ എന്തെല്ലാം പഠിച്ചു എന്നുള്ളത് ആ മോക്ക് ടെസ്റ്റ് വഴി നമുക്ക് അറിയാം. എന്നിട്ട് നമുക്ക് അതിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, വീണ്ടും അത് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എന്താണ് പെർഫോമൻസ് അപ്രിസിയേഷൻ എന്ന് ഒരു അനദർ പേരും കൂടി അതിനുണ്ട്. അതായത് നമ്മുടെ ലക്ഷ്യത്തിന്റെ നേട്ടം അളക്കുന്നതിനും വിലയിരുത്തുന്നതിനുമുള്ള ഒരു പ്രക്രിയയാണ് എന്ത്, ഇവാലുവേറ്റിംഗ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉയർച്ചയുടെയും വീഴ്ചയുടെയും ഒക്കെ കുറിച്ചിട്ടുള്ള ഒരു ഉൾക്കാഴ്ച നൽകുക നമുക്ക്. അതായത് നമ്മുടെ ഭാവിയിലുള്ള പോരാട്ടങ്ങൾക്ക് നമുക്കത് എന്ത് ചെയ്യും, ഭാവിയിൽ നമുക്ക് അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇവാലുവേറ്റിംഗ് മെത്തേഡ് വഴി നമുക്ക് സാധിക്കും. അതിൽ നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷണൽ സെറ്റിങ്സ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ എടുക്കുകയാണെങ്കിൽ അതിലൊരു അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും, അധ്യാപകരുണ്ടാവും, ജീവനക്കാരുണ്ടാവും, വിദ്യാർത്ഥികൾ ഉണ്ടാവും, രക്ഷിതാക്കൾ ഉണ്ടാവും. അതാണ് ഒരു മാനേജ്മെന്റും എല്ലാം ഉണ്ടാവും. ആ എല്ലാ പങ്കാളികളുടെയും നമ്മൾ ഒരു എന്താ പറയാ, അവരൊക്കെ കൂടി എല്ലാവരുടെയും കൂടിയിട്ടുള്ള റിസൾട്ട് ആണ് എന്ത് പറയാ, ഇവാലുവേറ്റിംഗ് എന്ന് പറയുന്നത്. നേടിയെടുത്ത ലക്ഷ്യങ്ങൾ നമുക്ക് രേഖപ്പെടുത്താം. അതായത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ എന്തെല്ലാം ഒരു അക്കാദമിക് ഇയറിൽ ചെയ്തു എന്നുള്ളത് നമുക്ക് രേഖപ്പെടുത്താം. അത് നമ്മുടെ തടസ്സങ്ങളാവാം, തിരുത്തലുകൾ, നമുക്ക് അടുത്ത അക്കാദമിക് ഇയറിൽ അത് എന്തൊക്കെ നമ്മൾ അതിൽ ഇനി ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് നമുക്ക് ഈ ഇവാലുവേറ്റിംഗ് മെത്തേഡ് വഴി നമുക്ക് സഹായിക്കും. അതേപോലെ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അതായത് ഈ ഇവാലുവേഷൻ പ്രോസസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ. അതായത് നമ്മൾ ഒരു പദ്ധതി എങ്ങനെ നടപ്പിലാക്കുന്നു, അതേപോലെ അടുത്തത് ഔട്ട്കം, നമുക്ക് ഫലം, അതായത് ലക്ഷ്യങ്ങളുടെ നേട്ടം, നമുക്ക് എന്ത് നേട്ടം കിട്ടി, ആഘാതം, അതായത് ഇമ്പാക്റ്റ്, ആരംഭിച്ച പദ്ധതിയുടെ ഫലം,
ഇനി ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ. അതേപോലെ കണ്ടന്റ്, അടുത്തത് കണ്ടന്റ് പറഞ്ഞാൽ ഉള്ളടക്കം. അതിൽ സെലക്ഷൻ ഉണ്ട്, വാലിഡിറ്റി, റെലവൻസ്, സ്യൂട്ടബിലിറ്റി. അതായത് തെരഞ്ഞെടുക്കല്, സാധ്യത, പ്രസക്തി, അനുയോജ്യത. ഇനി പ്രോസസ്സ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിന്റെ ആക്ടിവിറ്റീസ്, പ്യൂപ്പിൾ ആക്ടിവിറ്റീസ്, അതായത് സ്റ്റുഡൻസിന്റെ ആക്ടിവിറ്റീസ്, എന്താണ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, ടീച്ചിങ് മെത്തേഡ്സ്. ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾ വാല്യുവേറ്റ് ചെയ്യും, ദെൻ അതിനെ നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കും. ഇതാണ് ഇവാലുവേറ്റിംഗിൽ വരുന്നത്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു രേഷ്മ. നന്നായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഡിസ്കസ് ചെയ്തു എഡ്യൂക്കേഷൻ മാനേജ്മെന്റില് നമ്മള് ഫങ്ഷൻസിൽ ലാസ്റ്റ് പോയിന്റ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഒരു 5 minutes ഒന്ന് ഹോൾഡ് ചെയ്യോ. മെയിൻ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആർക്ക് എടുക്കാൻ പറ്റാം? എടുക്കാത്തവര് പറയണോ കേട്ടോ. മെയിൻ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആരെടുക്കും? ശ്രീലക്ഷ്മി എടുക്കോ? ശ്രീലക്ഷ്മി. മേഡം ഞാൻ എടുക്കാം. ഓക്കെ, രേഷ്മ അല്ലെ? ഗ്രീഷ്മ. ഓക്കെ, മെയിൻ ഫങ്ഷൻസ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് എക്സിക്യൂഷൻ, പ്ലാനിംഗ്, ഡയറക്ഷൻ. കണ്ടോ? എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ? അതെ. ആർന്ന് പറഞ്ഞിട്ട് ഗ്രീഷ്മ മോനെ ഏത് ബാച്ചാണ്? MT7. ഓക്കെ, മോനെ ഓക്കെയാണ്. അതിലെ 8 ഇതല്ലേ ടോപ്പിക്സ് അല്ലേ? 8 ടോപ്പിക്സ്. അതിന്റെ താഴത്തേക്ക് ഉണ്ട് കേട്ടോ. സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആരെടുക്കും? ഞാൻ എടുക്കാം. ഓക്കെ, ഉമ്മയും അപ്പണ് ഉമ്മാണോ? ഉമ്മു ബിന്ദു പറഞ്ഞല്ലേ? ഉമ്മു സ്കോപ്പ് പറഞ്ഞോട്ടോ. മോനെ 7 അല്ലേ? ലൈറ്റ് അല്ലേ? ഉമ്മു ഹബീബ മോനെ MD8 അല്ലേ? അതെ MT8. ബിന്ദു കേൾക്കുന്നുണ്ടോ? ബിന്ദു ഓക്കെ. അത് ഫർദർ എലമെന്റ്സ്, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഫർദർ എലമെന്റ്സ് ആ കൂട്ടി എടുക്കട്ടെ കേട്ടോ. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ആ കുട്ടിനോട് അറിയുമെങ്കിൽ MT7 ആന്ന് തോന്നുന്നുണ്ടല്ലേ ഫാത്തിമ? ബിന്ദു അറിയില്ല കേട്ടോ. ആണോ? ഒന്ന് അതിലില്ലാതെ MT8 ആണെന്നാണ് തോന്നുന്നത്. അത് അനുശ്രീ ആണെന്നാണ് തോന്നുന്നത്. രാവിലെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ആണോ? അനുശ്രീയോ? ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കട്ടോ. ഞാൻ അനുശ്രീ ആണെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്ക്. ഹലോ മാം. പറഞ്ഞോടാ. അനുശ്രീ ആണോ? അതെ മാം. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. MT8 മോനെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്ടാ. കൺക്ലൂഷൻ കൂടി ഉണ്ട്. അതൊന്ന് ഇത് ചെയ്തേക്കാണോ കേട്ടോ. ഇനി ഇൻട്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് ലാസ്റ്റ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ഈ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫർദർ എലമെന്റ്സ്. ഓക്കെ മാം. ഓക്കെ, ഇവ ഒരു മിനിറ്റ് ഇടാം. ഓക്കേടാ. Then classroom introduction, application of educational management in academic area. ഇവാട്ടാ introduction മാത്രം ഇവാട്ടാ. ഓക്കെ. Then meaning of classroom management ആരാ എടുക്കുന്നേ? നൗഫൽ എടുത്താണോ? ഞാൻ എടുത്തിന്. അശ്വതിന്റെ ക്ലാസ്സിൽ എടുത്തിന്. ഓക്കെ, ലിജി. എനിക്ക് ടോപ്പിക് തന്നിട്ടുണ്ട് മാം. ഓക്കെ, ടോപ്പിക് തന്നിട്ടുണ്ട്. ഓക്കെ, ആരാ എടുക്കുന്നത്? അഞ്ജലി അല്ല. ഓക്കെ, ലക്ഷ്മി അല്ലേ? ലക്ഷ്മി. ക്ലാസ് റൂം മാനേജ്മെന്റ് അല്ലേ? ഞാൻ MT7. അതെ, മോനെ ഏത് ബാച്ചാണ്?
MT7. Okay, MT7. MT7. Okay, approach to classroom management. Then next topic ആണ് approach to classroom management. അതാരെടുക്കുന്നേ? അപ്രോച്ച്, 2 അപ്രോച്ച് ഉള്ളൂ. ആ ഫസ്റ്റ് 2 അപ്രോച്ച് ആരെടുക്കാൻ റെഡി ആയിട്ടുള്ളത്? ഞാൻ എടുക്കാം മിസ്. അഞ്ജന. ഓക്കെ. 1MT7. 8. 7. ഓക്കേടാ. 2 എയും ബിയും മോനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സിയും ഡിയും കൂടി ഉണ്ട്. സിയും ഡിയും ഇയും ഉണ്ട്. അതാരാ പറയുന്നേ? കൃഷ്ണ. അങ്ങനെ ഒരാളൊന്ന് റെഡി ആയിട്ട് വരാണെങ്കിൽ ദീപ്തി. ദീപ്തി CV. അമൃത. MT6 ആണ് അമൃത. MT7 ആണ്. അമൃത എടുക്കോടാ. MT7 ആണ്. എടുക്കാൻ പറ്റുമോ? മാനേജിങ് ടീച്ചിങ് ആൻഡ് ലേണിംഗും ഓർഗനൈസിംഗ് ടീച്ചിങ്ങും മോഡുലർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്ങും. എടുക്കാം മിസ്സേ. ഓക്കേടാ. നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് 30 മിനിറ്റ്സിലായിരിക്കും സെമിനാർ കേട്ടോ. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. കൊടുത്തിരിക്കുന്നത് ഫാത്തിമ മെഹർബാൻ എന്നാണ് കേട്ടോ.